അവിടെ ഡെഡ് ബോഡിയെ കണ്ടാൽ പേടിച്ച് ഓടരുത്, കട്ട് ചെയ്യുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് കാണുമ്പോൾ തലയിറങ്ങി, കൂടെ ഉള്ളവർ തന്നെ തലയിറങ്ങി വീണിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഇതങ്ങ് മസിലങ്ങ് ഭയങ്കര ഇതാണ്, പിന്നെ തുറക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ടീത്താണ്. ടീത്ത് വിൽ ബി ദ ലാസ്റ്റ് തിങ് ടു ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. പോലീസുകാരൻ ഇയാളെ കടിച്ചു എന്ന് പറയുന്നത് ഇയാളെ ഇങ്ങനെ ഉടുപ്പ് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ച്, സൗത്ത് ആഫ്രിക്കൻസ്, മംഗോളിയൻസ്, ഏഷ്യൻസ് ഇങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ടൂത്തിൽ ഡിഫറൻസ് ഉണ്ട്. കൊച്ചു കുഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ മുറിയും, വലിയവർ അടിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. അവിടെ മുറിവല്ല, ചതഞ്ഞ മാതിരിയാണ് വരുള്ളൂ. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഏത് കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നു? 2011 സമയത്താണ് ഈ ഫോറൻസിക് ഒഡോണ്ടോളജി നമ്മുടെ ഇവിടെ വരുന്ന ബൈറ്റ് മാർക്സ്. അതിന് മുൻപേ ബൈറ്റ് മാർക്സ് 1970 തൊട്ടേ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഫാദർ ഓഫ് ഫോറൻസിക് ഒഡോണ്ടോളജി എന്ന് പറഞ്ഞ് ഡോക്ടർ ജേക്കബ് സക്കറിയ സാറായിരുന്നു ഈ ഓറൽ പെത്തോളജിയുടെ HODയും. അതുകൂടാതെ ഈ ഫോറൻസിക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വെദർ ഇറ്റ് ഈസ് എ ബൈറ്റ് മാർക്ക് ഓർ നോട്ട് എന്ന് മാത്രം. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് ബൈറ്റ് മാർക്ക് ഉണ്ടെന്ന് മാത്രം, അതാണ് റിപ്പോർട്ട് ഫോറൻസിക് മെഡിസിനിൽ കൊടുക്കാറുള്ളതായിരുന്നു. പക്ഷേ 2011 ആയപ്പോൾ ഡോക്ടർ അക്ഷിതാചാര്യയുടെ ആർട്ടിക്കിൾസൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് അനലൈസ് ചെയ്ത് ഇതിനകത്തുള്ള ഇപ്പോൾ സസ്പെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ വിക്ടിം വന്നു കഴിഞ്ഞാൽ ഇതൊരു അനലൈസ് ചെയ്ത് അതിൻ്റെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ സാറിനെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് സാറിൻ്റെ ഒരു ട്രെയിനിങ് എടുത്തു. അപ്പോൾ ട്രെയിനിങ് സ്വന്തം ഇനീഷ്യേറ്റീവിലാണോ ഈ ഒരു ഇതിലേക്ക് താല്പര്യം വന്നത്? അന്ന് ഉണ്ടായിരുന്ന ഡോക്ടർ ബീന HOD ഉണ്ടായിരുന്നു. മാഡത്തിന് ഇതിന് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മാഡം ഈ സാറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. സാറ് പറഞ്ഞ് ഓഫ്കോഴ്സ് ഇവിടെ വന്ന് ഒരു ടോക്ക് നടത്താമെന്നായിരുന്നു ആദ്യം പറഞ്ഞെങ്കിലും, പക്ഷേ ടോക്ക് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വെറും മിയർ ടോക്ക് കൊണ്ട് നമുക്ക് കാര്യമില്ല, അപ്പോൾ ഹാൻഡ്സ് ഓൺ കൂടെ വേണം. അപ്പോൾ പിന്നെ ഹാൻഡ്സ് ഓൺ കണ്ടക്ട് ചെയ്തു. ഹാൻഡ്സ് ഓണിലൂടെ വി ഗോട്ട് ദ ട്രെയിനിങ്. അപ്പോൾ പിന്നെ വി ആർ കോൺഫിഡൻറ്റ് നമുക്ക് ഈ കേസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം വന്ന 2011 ആദ്യം വരുന്ന കേസിൽ അതാണ് ഡോക്ടറുടെ ആദ്യത്തെ കേസായിരുന്നു. അപ്പോൾ അന്ന് വന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സാറിൻ്റെ ഒപ്പീനിയൻ കൂടെ എടുത്തു. സാർ കർണാടകത്തിലാണ് വർക്ക് ചെയ്യുന്നത്, SDM ധാർവാഡ് കോളേജിൽ. അപ്പോൾ സാറിൻ്റെ ഒപ്പീനിയൻ കൂടെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതും കൂടെ സാറുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. കാരണം സാറിൻ്റെ ആദ്യം വന്ന കേസ് ഒരു റേപ്പ് അറ്റംപ്റ്റ് കേസായിരുന്നു. അപ്പോൾ ആ കേസിൽ ഒരു വയസ്സായ ലേഡിയാണ്, 55 ഇയേഴ്സ് ഉള്ള ആ ലേഡിയുടെ ചെവിയിലായിരുന്നു ബൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു, ചെവിയിൽ ഇതിൽ. എന്നിട്ട് അതിലൊരു 18 വയസ്സിലുള്ള ഒരു പ്രതിയാണെന്നാണ് സംശയിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ആ ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയപ്പോൾ പോലീസ് ഇവർ രണ്ടുപേരെയും കൊണ്ടുവരികയായിരുന്നു ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ബൈറ്റ് മാർക്ക് കണ്ടതുകൊണ്ട് അവിടുത്തെ മാഡം നമ്മൾ ഓറൽ പെത്തോളജിയിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അന്ന് ഞാനുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അതിൻ്റെ ഇവാലുവേഷൻസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിപ്പിച്ചു. അതിൻ്റെ മോഡലൊക്കെ എടുത്തു, അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എടുത്തു, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള കമ്പാരിസൺ ആയിരുന്നു സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് സോഫ്റ്റ്വെയറിലിട്ട് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എക്സാക്ട്ലി അതിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെ റിപ്പോർട്ട് കൊടുക്കാം. അതായിരുന്നു ആദ്യത്തെ കേസ്. ഒരു ബൈറ്റ് മാർക്ക് കണ്ടാൽ ആണാണോ പെണ്ണാണോ, അതിൻ്റെ ഏജ് അതൊക്കെ നമുക്ക് ഡിസിഫർ ചെയ്യാൻ പറ്റും. അത് ബൈറ്റ് മാർക്കിലൂടെ നമുക്ക് അറിയാൻ പാടാണ്. പക്ഷേ നമുക്കിപ്പോൾ ബൈറ്റ് മാർക്കിലൂടെ ഇപ്പോൾ അറിയാൻ ഇതാണോ പ്രതി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം ആ ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട് കുറച്ച്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ആർച്ച് ഫോം. ഇപ്പം പല്ല് നാച്ചുറലി അറിയാമല്ലേ, അതിങ്ങനെ നേരെ അല്ലല്ലോ, വളർന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പം ആ മൊത്തത്തിലുള്ള ആർച്ച്, അപ്പോൾ ആ ആർച്ച് ഫോം ഒരു ഐഡൻറ്റിഫയിങ് ഫീച്ചറ്. പിന്നെ പല്ലിലുള്ള
ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എല്ലാവരും പല്ലും ഒരുപോലെയല്ല. ഓരോ പല്ല് ചിലപ്പം പൊസിഷനിലും അല്ലെങ്കിൽ തേയ്മാനത്തിലോ അല്ലെങ്കിൽ അതിൽ റൊട്ടേറ്റഡ് ആയിട്ടോ ചിലപ്പോൾ ഷാർപ്പ് എഡ്ജസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഇതിലോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അത് ഇതിനായിട്ട് കറക്റ്റായിട്ട് വരികയും ഇതിൻ്റെ വിഡ്ത്തൊക്കെ നമ്മൾ മെഷർ ചെയ്ത് സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇതിലോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കും. അപ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി റെപ്ലിക്കയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്തിപ്പം പല്ല് തമ്മിൽ ഇടയുണ്ട്, ആ ഇടയുടെ കാര്യം ഇതിൽ കാണും. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ഇതിനകത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയും പിന്നെ അത് കോടതിയിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കേസ്. ഇപ്പോൾ ഈ കേസിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സസ്പെക്റ്റ്. ഇപ്പം ഒരുപാട് സസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മോഡൽ ഇത് ഇംപ്രഷൻ എടുക്കും, അളവെടുത്തിട്ട് അതിൽ നിന്ന് മോഡൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് മോഡൽ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ എല്ലാ മോഡലും വരുമ്പോൾ നമ്മുടെ ബൈറ്റ് മാർക്കുമായിട്ട് ഡയറക്റ്റായിട്ട് നോക്കാം, ഇൻഡയറക്റ്റായിട്ട് നോക്കാം. ഇപ്പോൾ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ വിക്ടിമിനെ ആ സമയത്തൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിനകത്ത് വെച്ച് നോക്കാൻ പറ്റും വെദർ ഇറ്റ് ഈസ് മാച്ചിങ് ഓർ നോട്ട്. അതേസമയം ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം വിക്ടിമിനെ കൊണ്ടുവരാൻ കാലതാമസം വരികയോ അല്ലെങ്കിൽ ഈവൻ സസ്പെക്റ്റിനെ കിട്ടാനകത്ത് കാലതാമസം വരുമ്പോൾ ഈ വൂണ്ടിനകത്ത് ചെറിയ ഹീലിങ്ങോ അതും ഇതുമല്ലോ. പക്ഷേ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് സൈസിലോട്ടാക്കിയിട്ട് ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കാം, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സംശയിക്കുന്ന 4 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരാളായിരിക്കും ഇതിൽ സസ്പെക്റ്റായിട്ട് മെയിനായിട്ടുള്ള ആളാണെങ്കിൽ ആ ആളുടെ ഇതിൽ മാച്ചിങ് ആണെങ്കിൽ ആ ആളുടെ നമുക്ക് മേക്കൗട്ട് ചെയ്യാം. സാധാരണ ഡെന്റൽ കാസ്റ്റ് ആണോ എടുക്കുന്നത് ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിവേഴ്സിബിൾ ഇംപ്രഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ പല്ല് വെക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയലാണ്. എക്സാക്ട് റെപ്ലിക്ക എക്സാക്ട് സൈസായിരിക്കും അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അളവെടുത്തിട്ട് അത് ഇന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ സ്റ്റോൺ പ്ലാസ്റ്റർ അതൊന്ന് മോഡൽ ക്രിയേറ്റ് ചെയ്യും. ആ മോഡലിന് എക്സാക്ട് റെപ്ലിക്ക ആ മോഡലിന് നമ്മൾ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ഈ വൈറ്റ് മാർക്കിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കും, അതും സ്കാൻ ചെയ്യും. ഇത് രണ്ടും ഫോട്ടോഷോപ്പ് എന്നുള്ള അതിനകത്തോട്ട് കൊടുത്തിട്ട് ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് വഴി ഇത് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പല രീതിയിൽ ചെയ്യാം. ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ബൈറ്റ് മാർക്ക് നല്ല ഡിമാർക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഇംപ്രഷൻ എടുക്കാം. അതിൻ്റെ ഇംപ്രഷൻ എടുത്ത് മോഡൽ എടുത്തിട്ട് ബൈറ്റ് മാർക്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ പുറത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ട് എടുക്കാം. പിന്നെ സോഫ്റ്റ്വെയറിലോട്ട് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ DNA is etched in our teeth എന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ട്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? DNA ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഫോറൻസിക് ഓഡോntology എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ബൈറ്റ് മാർക്ക് അനാലിസിസ് മാത്രമല്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാസ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ സുനാമി പോലെ അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചാർഡ് ഔട്ട് ബോഡി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ടീത്തിനുള്ളൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദി ബോഡി, സ്ട്രോങ്ങസ്റ്റ് ദാൻ ബോൺ. അപ്പോൾ ഇതിനുള്ളിൽ പല്ലിനുള്ളിൽ പൾപ്പൽ ടിഷ്യൂ ഉണ്ട്, സോഫ്റ്റ് ടിഷ്യൂ ഉണ്ട്. ആ സോഫ്റ്റ് ടിഷ്യൂക്കകത്ത് DNA ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടീത്ത് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ഓപ്പൺ അപ്പ് ആൻഡ് ടേക്ക് ദി DNA ഫ്രം ദാറ്റ്. അപ്പോൾ DNA വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. പുറ്റിങ്ങൽ ട്രാജഡിയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട്? പുറ്റിങ്ങൽ ട്രാജഡിയിൽ ഈ ഡെൻ്റൽ ഇത് എനിക്ക് ഇപ്പോൾ അതിന് അറിവില്ല അന്ന് ഈ ഡെൻ്റൽ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം അന്ന് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലായിരുന്നു. കാരണം ട്രാൻഡത്ത് മലബാർ പ്ലെയിൻ ക്രാഷിൽ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് ഓഡോntology. അവിടുത്തെ ഗുജറാത്തിലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു, അവരായിരുന്നു. ബോഡി ചാർഡ് ആയിരിക്കും, പല്ലുകൾ മാത്രം കിട്ടുകയുള്ളൂ. പല്ലുകൾ മാത്രം കിട്ടിയാൽ നമുക്ക് ജെൻഡറും ഏജ് ജെൻഡറൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും പല്ല് മാത്രം കിട്ടുകയാണെങ്കിൽ. കാരണം ഇതിനകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പം ഏജ് ഡിറ്റർമിനേഷന് അത് തന്നെ ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെ ഉണ്ട്, ഹൗ ടു ഏജ് ഡിറ്റർമിനേഷൻ. അതിലിപ്പോൾ പല്ലിൻ്റെ
ഈ ഏജ് അഡ്വാൻസ് ചെയ്യുന്ന ഒരു സ്ക്ലിയറോസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല്ലങ്ങ് കട്ടിയാകും. അത് നമുക്ക് അതിനെ ഗ്രൈൻഡ് ചെയ്ത് ചെറിയ ഇതാക്കിയതിന് ശേഷം നമുക്ക് അതിൽ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അത് എത്ര അതിനകത്തുള്ള ഈ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇനാമലായിരുന്നാലും ഡെൻറ്റീനായിരുന്നാലും സിമൻ്റ് എല്ലാം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ലെയേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ ട്രീസിലെ ആനുവൽ റിങ്സ് പറയുന്ന മാതിരി ഇതിലുള്ള ആ ലെയേഴ്സിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ജെൻഡർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ജെൻഡർ ഡിറ്റർമിനേഷൻ ടീത്ത് അലോൺ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ബോണൂടെ കിട്ടുകയാണെങ്കിൽ, സ്കള്ള് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് ജെൻഡർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സ്കള്ളിൽ എന്താ ഡോക്ടർ ജെൻഡർ ഡിഫറൻസ്? ജെൻഡർ ഡിഫറൻസ് എന്ന് വെച്ചാൽ മെയിൽ ആൻഡ് ഫീമെയിലിൽ ഇപ്പം ഈ മെയിലിൽ പ്രോബ്ലി മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂടുതലായിരിക്കും കമ്പയർ ടു ദ ഫീമെയിൽ. അത് ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ്. അപ്പോൾ മസിൽ പുൾ വിൽ ബി മോ. അപ്പോൾ ചില ബോണിൽ പ്രോമിനൻസ് വിൽ ബി മോ. അപ്പോൾ ആ ബോണും ഇപ്പം മാക്സിലയിലുള്ളതായിരുന്നാലും മാൻഡിബിളിലുള്ളതായിരുന്നാലും ബോണി പ്രോമിനൻസിൻ്റെ ഇത് വെച്ച് നമുക്ക് വി ക്യാൻ മേക്ക് ഔട്ട് ഇറ്റ് ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ. അങ്ങനെ ജെൻഡർ ഡിറ്റർമിനേഷൻ. ടീത്തിലുള്ള വേരിയേഷൻസ് അതെ, പക്ഷെ അത് അത്രയും എളുപ്പത്തിൽ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബോണിലുള്ളത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയർ ടു മേക്ക് ഔട്ട് വെദർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ. ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഈ ബൈറ്റ് മാർക്ക് വരുന്ന സമയങ്ങളിൽ അത് ഹീൽ ആവുകയാണെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞത്. അത് ഓവർ ദ ടൈം ഇപ്പൊ ഈ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ ഹീൽഡായിട്ട് വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി വിൽ ഗിവ് ഇറ്റ്സ് എ റിപ്പോർട്ടിൽ ഇപ്പോൾ 100% എക്സാക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഗിവ് ഇറ്റ് എസ് എ പോസിറ്റീവ് ആണ്. അതേസമയം ആ ഒരു 75% ഓഫ് മാച്ചിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോബബിൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ 50% ആണെങ്കിൽ പോസിബിൾ, പിന്നെ ഇറ്റ്സ് നോട്ട് മാച്ചിങ്. ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 100% ഈ പറഞ്ഞ രീതിയിൽ ഉടനെ കൊണ്ടുവന്ന് എല്ലാം മാച്ചിങ് ആണെങ്കിൽ ഗിവ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ആണ്. അതർവൈസ് ദർ ഇസ് എ സം ശ്രിങ്കേജ്. ആൻഡ് ഇപ്പോൾ പല്ലിലുള്ള വ്യതിയാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കനൈൻ ഇപ്പം കൊമ്പൽ അത് കുറച്ച് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പല്ലിൻ്റെ ആബ്സെൻസോ അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റ് മാർക്കിലും അത് റെപ്ലിക്കായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രോബബിളായിട്ട് വേണം. വി കാൻ ഗിവ് ഇറ്റ് ആസ് 100%. പിന്നെ സംശയിക്കുന്നത് ഇപ്പോൾ ആർച്ചോമ ഉണ്ട്, ഒരുപാട് ഹീൽ ചെയ്ത് മെഷർമെൻറ്റ്സിൽ ഒരുപാട് വേരിയേഷൻസ് ഇത്രയൊക്കെ വരുമ്പോൾ ആകാം എന്നുള്ള ഇതിലേക്ക് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം കോർട്ടിൽ എന്തെങ്കിലും ഡെഫിനറ്റായിട്ട് കോർട്ടിൽ അവർ ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ ബൈറ്റ് മാർക്ക് അനാലിസിസിൽ ഇറ്റ് ഈസ് എ സപ്ലിമെൻ്ററി എവിഡൻസ് ഫോർ ഫോറൻസിക് മെഡിസിൻ. ഇപ്പം നാച്ചുറലി ഒരു റേപ്പ് ഇത് വരണമെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് എവിഡൻസസ് ദേ വിൽ ബി ഹാവിങ് ഇറ്റ്. അതിനൊരു സപ്ലിമെൻ്ററി ആയിട്ടാണ് നമ്മളിത് കൊടുക്കാറുള്ളത്. വെച്ചിട്ടുണ്ട് ഇഫ് റേപ്പ് ഓർ നത്തിങ് ഹാസ് ഹാപ്പൻ ദർ ഇസ് ഓൺലി ആൻ അറ്റംപ്റ്റ് ടു സംതിങ് ദാറ്റ് അവേഴ്സ് വിൽ ബിക്കം ദി ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം അവിടെ ഇപ്പം ഈ പറഞ്ഞ ബൈറ്റ് മാർക്കാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ കോർട്ടിൽ പറയേണ്ടി വരും. അങ്ങനെ വന്ന കേസസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈറ്റ് മാർക്ക് വെച്ച് തന്നെ അനലൈസ് ചെയ്തു. അത് ആക്ച്വലി വിക്ടിം വിത്ത് ദ സസ്പെക്റ്റ് ഒരു പോക്സോ കേസായിരുന്നു. കുട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപദ്രവിക്കാൻ വന്ന അയാളെ കടിക്കുകയായിരുന്നു. അപ്പം അവിടെ ബൈറ്റ് മാർക്ക് ആ കുട്ടിയുടേതാണെന്ന് ഈ ആളുടെ ദേഹത്തു നിന്നുള്ളത് അനലൈസ് ചെയ്ത് കണ്ടെത്തിയപ്പോൾ പക്ഷേ അവിടെ റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി. അപ്പം ഫോറൻസിക് മെഡിസിൻ നിന്ന് നേരെ ഡെൻ്റലിലോട്ടാണ് വിട്ടത്. അപ്പോൾ അത് വെച്ച് പ്രൂവ് ചെയ്തായിരുന്നു ഈ അയാളുടെ നെഞ്ചത്തുണ്ടായിരുന്ന വൈറ്റ് മാർക്ക് ഇതുവരെ പ്രൂവ് ചെയ്ത്. എന്നിട്ട് കോടതിയിൽ വന്നു അയാളെ ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ പോക്സോ കേസായതുകൊണ്ട് റേപ്പ് നടന്നില്ലെങ്കിലും കോടതിയുടെ നിയമപ്രകാരം അതൊരു ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റ് ഇതായിട്ടാണ് ശിക്ഷ വന്നത്. സാർ ആ കേസിൽ അവർ ചലഞ്ച് ചെയ്തില്ലായിരുന്നു? അത് വേറെ അതിനകത്ത് കോടതിയിൽ വരുമ്പോൾ നാച്ചുറലി ഡിഫൻസ് വക്കീൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു അവർ പറഞ്ഞത് ഇത് പുള്ളിക്കാരൻ്റെ വൈഫ് കടിച്ചതായിട്ടാണ് പറഞ്ഞത്. വൈഫിൻ്റെ ഇതാണെന്ന് പറയാം. അപ്പോൾ പിന്നെ അത് പ്രൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ അത് ഇതുപോലെ വൈഫിൻ്റെ മോഡലെടുത്ത് നോക്കുമ്പോൾ മാച്ചിങ് അല്ലായിരുന്നു.
അപ്പോൾ പിന്നെ കുട്ടിയുടെ തന്നെ എന്നുള്ളത് പ്രൗഡായിരുന്നു. ആ കേസ് അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഒരു ഇതിലേക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടാൻ എന്തെങ്കിലും എങ്ങനെയുണ്ട്? അതിൻ്റെ ആക്സെപ്റ്റൻസ് എങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്? അത് അന്ന് ആ സമയത്ത് പത്രത്തിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫോറൻസിക് ഓഡിയോളജിയിൽ ഇങ്ങനെ സപ്ലിമെൻ്ററി എവിഡൻസ് വന്നെങ്കിലും അത് ഇറ്റ്സ് ഹാവ് ബീൻ പ്രൂവൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജിഷ മർഡർ കേസിലാണ്. അതില് അന്ന് പോലീസിനെ കുറെ കളിയാക്കുകയും ചെയ്തു. പോലീസ് പലർക്ക് ആപ്പിൾ കടിക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ജനങ്ങൾക്കും മീഡിയക്കും ഇതിനെപ്പറ്റി വലിയ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളിയാക്കപ്പെട്ടത്. പക്ഷെ അന്ന് ആ കേസ് എങ്ങനെയാണ്, ഇതിൽ എത്രമാത്രം റോളുണ്ട്? അന്ന് അന്വേഷണ അതിൻ്റെ കാലഘട്ടത്തിൽ ശരിക്കും ഞാൻ ഈ ഫീൽഡിലില്ല. പക്ഷെ എൻ്റെ വായിച്ചറിവിലും ഇതിലും ഉണ്ടായിരുന്നു. ഡോക്ടർ അക്ഷിതാചാര്യ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പല്ല് തമ്മിലുള്ള ഇടയുണ്ട്. ഈ ഇട ഉള്ള ആൾക്കാർ നമുക്ക് നാരോ ഡൗൺ ചെയ്യാം. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാം നോക്കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ഈ മെഷർമെൻറ്റ്സും ഇതും നോക്കിയിട്ട് ഹീൽ ചെയ്താലും എത്ര വരാം എന്നുള്ളത് നോക്കിയിട്ട് അതാ പറഞ്ഞത്, ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഈ വൈറ്റ് മാർക്കിൽ അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അന്നത്തതിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല്ലുകൾ തമ്മിൽ ഇടയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഇതിലോട്ട് അന്വേഷണം പോയത്. ഈ ആദ്യത്തെ കേസിൽ ആക്ച്വലി ആ 55-year-old ലേഡി ആയിരുന്നു. അപ്പോൾ ആ ലേഡിയാണ് ഈ ഒരു അടുത്തുള്ളൊരു കട്ട കമ്പനിയിലുള്ള ഒരു ജോലിക്കാരനായിരുന്നു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു വന്നത്. പക്ഷേ ഈ കോടതിയിൽ വരുന്ന സമയത്ത് ഈ അവർ ഹിയറിങ്ങും അതും ഇതെല്ലാം കേട്ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെന്നോട് വന്നിട്ട് പറയുകയായിരുന്നു, യഥാർത്ഥത്തിൽ ആ ആൾ എന്നെ അല്ല ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, മറ്റൊരു പെൺകുട്ടിയെ ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഇയാൾ അതിൻ്റെ പുറകിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർ വളരെ ദൂരെ എന്തോ വിറകെന്തോ പറയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ആ കുട്ടിയെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ റബ്ബർ എസ്റ്റേറ്റ് പോലെ തന്നെ ഇത് ഉപദ്രവിക്കുമെന്ന് വെച്ചിട്ട് ഇവർ ഓടിച്ചെന്ന് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇയാളെ കയറി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾക്ക് അതിൻ്റെ വൈരാഗ്യവും ദേഷ്യം കൊണ്ട് ഇവരെ കടിക്കുകയും ചെയ്തതായിരുന്നു. അപ്പോഴത്തേക്ക് ആ കുട്ടി അവിടെ നിന്ന് ഓടി മറഞ്ഞു. അത് അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് പിന്നെ കോടതിയിൽ വന്നപ്പോഴേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇതൊന്നും കോടതിയിൽ പറയാൻ പറ്റില്ല. ഇതിപ്പം അവരെ ഉപദ്രവിച്ചു, അതിൻ്റെ ശിക്ഷ കിട്ടണമെന്നതായിരുന്നു. ഇത്തരം കേസസ് വരുന്നതിനോടൊപ്പം ഈ ഫേക്ക് അലിഗേഷൻസ് കൂടി അത്തരം ഇൻസിഡൻസ് കൂടി പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? ഫേക്ക് അലിഗേഷൻസ് പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയെ, ഓൾമോസ്റ്റ് 16 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മയായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത്. ഇതിന് വൈറ്റ് മാർക്കുണ്ട്. അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. 4 പേരോളം ഉണ്ടായിരുന്നു. ഒരു മാരുതി വാനിൽ വന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് സെഡേഷൻ എന്തോ കൊടുത്തു, കയ്യിൽ ഇഞ്ചെക്റ്റ് ചെയ്തു. എന്നിട്ടൊരു ഹോണ്ടഡ് ഹൗസിനകത്തോട്ട് കൊണ്ടുപോയി ഉപദ്രവിച്ചു. പിന്നെ പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. ആൻഡ് ഫൈനലി ഈ സസ്പെക്റ്റ് ആയിട്ടുള്ളവരെ പോലീസ് കൊണ്ടുവന്നു 4 പേരെയും. അപ്പോൾ 4 പേരെയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ 4 പേരുടെ ഇംപ്രഷൻ എടുത്തു, മോഡൽസ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് ഈ കുട്ടിയുടെ ഇതുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 പേരുടെ ഇതിൽ ചേരുന്നില്ല, ഇതിൻ്റെ അല്ല എന്നുള്ള. അപ്പോൾ ഇവർ ഈ കുട്ടി വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് ഇവരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കാം എന്നുള്ളത് സംശയിച്ചിരുന്നെങ്കിൽ അന്നേരം എനിക്കൊരു സംശയം തോന്നി. ഈ കുട്ടിയുടെ തന്നെ ഒരു ഇംപ്രഷൻ എടുത്ത് നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ ഇംപ്രഷൻ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് മാച്ച് ചെയ്യുന്നു. കുട്ടി സ്വയം കടിച്ചതായിരുന്നു. എന്നിട്ട് സസ്പെക്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഞാൻ ഈ റിപ്പോർട്ട് കൊടുത്തു ഇവരല്ല എന്നുള്ളത്. പക്ഷേ പോലീസ് പിന്നെ എന്നോട് അല്ലാതെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പോലീസ് എന്നോട് പറഞ്ഞ് ഈ കുട്ടിക്ക് അതിലൊരാളുമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആ ആളാണ് ഉപദ്രവിച്ചതെന്ന് വരുത്തി തീർത്തിട്ട് ആ പ്രപ്പോസലും കൊണ്ടുപോകാനുള്ള ഒരു ഇൻറ്റൻഷനലായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതിലിപ്പം പോലീസിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും അവരെ ഫ്രീ ആക്കിയായിരുന്നു. ഈ ഫോറൻസിക് ഓഡിയോളജി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിന് എങ്ങനെയാണ് നമുക്ക് കേരളത്തിലെ കുട്ടികളിപ്പം സൺഡേ ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ആസ് എ കരിയർ പാത്ത്, അവർക്ക് മുന്നിൽ എന്തൊക്കെയാണ് ശരിക്കും ഓപ്ഷൻസ്? അല്ല, ഇതിപ്പോൾ ഈ ഫോറൻസിക് ഓഡിയോളജി എന്ന് പറഞ്ഞാൽ പണ്ട് BD സിലബസിനകത്ത് ഓറൽ പെത്തോളജിയുടെ കൂടെ ഫോറൻസിക് മെഡിസിൻ
തേർഡ് ഇയറിൽ ഒരു പാർട്ട് ഓഫ് ദി ഓറൽ പെത്തോളജിയുടെ സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഗ്രാജുവലി ഫോറൻസിക് ഓഡോntology എന്നുള്ള ആസ്പെക്റ്റായിട്ട് മാറിയപ്പോൾ തേർഡ് ഇയറിൽ ഈ സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ അത് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേസ് കാണാനും ഇതിനുള്ള അവസരമുണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു തിയററ്റിക്കൽ നോളജാണ് ഉള്ളത്, പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് പ്രയാസമുണ്ട്. പിന്നെ PG കോഴ്സ് വന്നപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓറൽ പെത്തോളജിയുടെ കൂടെ തന്നെ ഫോറൻസിക് ഓഡോntologyയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം വെച്ചിട്ട് എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫോറൻസിക് ഓഡോntology എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഔട്ട്സൈഡ് കേരള ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ അതർ ദാൻ VDS അവർക്ക് വേണമെങ്കിലും ഈ കോഴ്സിന് പോകാൻ പറ്റാറുണ്ട്. പക്ഷേ ഫൈനലി അവർക്കൊരു സർക്കാർ ജോലിയിലോ മറ്റെന്തെങ്കിലും ഇതിലോട്ട് വരികയാണെങ്കിൽ അവർ ഫോറൻസിക് ഓഡോntology ഈ ഓറൽ പെത്തോളജി കഴിഞ്ഞവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മറ്റേത് പിന്നെ അവർക്കൊരു ട്രെയിനിങ് ആണ്, സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഇറ്റ്സ് നോട്ട് അപ്രൂവ്ഡ്. ഡെൻ്റൽ കൗൺസിലാണ് ഇതെല്ലാം നോക്കുന്നത്. അവരുടെ അംഗീകാരം കിട്ടിയിട്ടില്ല ഇതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സസിന്. ഇപ്പോൾ നാഷണൽ ഡെൻ്റൽ കൗൺസിൽ വന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാലഘട്ടത്തിൽ ഇതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് തന്നെ ഇനി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എസ്തെറ്റിക് ഡെൻറ്റിസ്ട്രി, ഇംപ്ലാന്റോളജി പോലെ ഫോറൻസിക് ഡെൻറ്റിസ്ട്രിയും ഒരു സബ്ജക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഫോട്ടോഷോപ്പിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, പുതിയ ടൂൾസ്. ഇമേജിംഗ് ടെക്നിക്സ് ഫോട്ടോഷോപ്പ് ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തോണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ് ജിംബ് എന്ന് പറഞ്ഞ അടുത്തൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിലിട്ടും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് വരാൻ നേരത്ത് ഇതെല്ലാം റീപ്ലേസ് ചെയ്യും വേറെ പുതിയ പുതിയ മെത്തേഡ്സ്. കാരണം നാച്ചുറലി അത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ആക്യുറസിയും ചിലപ്പോൾ കിട്ടിയിരിക്കും അതിനകത്ത്. ഡോക്ടർ, ഈ പല്ലുകൾ റീജിയണൽ ഡിഫറൻസസ് ഉണ്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗുജറാത്തിലുള്ളവരുടെ പല്ല് പോലെ ആയിരിക്കില്ല നോർത്ത് ഈസ്റ്റിലുള്ളവരുടെ, അതുപോലെ ആയിരിക്കില്ല സൗത്തിലുള്ളത്. എന്താണ് ഒരു വ്യത്യാസം? ഏറ്റവും നമ്മൾ ആദ്യമേ മനസ്സിലാക്കാറുള്ള ഇപ്പോൾ ഒരു മാസ് ഡിസാസ്റ്ററും അങ്ങനെയുള്ള ഇപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറയുമ്പോൾ പല രാജ്യത്തിലുള്ള ആൾക്കാരും എല്ലാം കൂടെ വരും. അപ്പോൾ അതിനകത്തുള്ള എത്നിസിറ്റി, റേഷ്യൽ ഡിഫറൻസ് എല്ലാം ഇതിനകത്തുണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേരിയേഷൻസ് ടീത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ കോക്കേഷ്യൻസ്, യൂറോപ്യൻസ്, സൗത്ത് ആഫ്രിക്കൻസ്, മംഗോളിയൻസ്, ഏഷ്യൻസ് ഇങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ടൂത്തിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് വെച്ച് നമുക്ക് നാരോ ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇന്ന പോപ്പുലേഷൻ എത്നിക് ഗ്രൂപ്പിലുള്ളവരാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് 1 by 1 മെയിലോ ഫീമെയിൽ, ഏജ് അങ്ങനെ നമുക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർത്തിലുള്ള ഒരാളുടെ പല്ലും നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളവരുടെ പല്ലും തമ്മിൽ എന്താണ് ബേസിക് ഡിഫറൻസ്? എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്യാന്നുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ടീത്തിനകത്ത് കുറേ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കസ്പ് എന്ന് പറയുന്നുണ്ട്, റിഡ്ജ്, അങ്ങനെ കുറച്ച് ടെർമിനോളജീസ് ടൂത്ത് വെറ്റ് അതിലുള്ള സ്ലൈറ്റ് വേരിയേഷൻസ് ഇതിനകത്ത് കാണാറുണ്ട്. ഇപ്പം ഈ നോർത്തിലുള്ളതും സൗത്തിലുള്ളതും കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ കർണാടകയും കേരള ഇപ്പോൾ ഈ സ്റ്റഡീസ് പലതും അങ്ങനെ ചെയ്യുന്നുണ്ട്, കമ്പാരിറ്റീവ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഓരോ ടൂത്തിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് നമ്മളിത് മേക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ഉപയോഗപ്പെട്ടെന്ന് വരില്ല. കാരണം മിക്സഡ് റേസസ് വരും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് അത്രയും വരില്ല. അതുകൊണ്ട് ഇത് മാത്രം ഒരു സോൾ ഐഡൻറ്റിഫൈങ് ഫീച്ചറായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടായിരിക്കും ഈ ഡിഫറൻസസ് വരുന്നത്. ഈറ്റിംഗ് ഹാബിറ്റ്സിനെക്കാണ് ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻസ് ആ റേസസിലുണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ബോഡി സ്ട്രക്ചറും അതിൻ്റെ അനുസരിച്ചിട്ട് ടീത്തിലും വേരിയേഷൻസ് വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പിയറൻസിൽ തന്നെ നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യൻസിന് കുറച്ച് മേക്കൗട്ട് ചെയ്യാൻ പറ്റും ഫ്രം സൗത്ത് ഇന്ത്യൻസ്. അപ്പോൾ അപ്പിയറൻസ് വഴി അതേപോലെ ടീത്തിലൊരു സ്ലൈറ്റ് വേരിയേഷൻസ് ഇതിനുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% വി കനോട്ട് റിലേ ഓൺ ദ ടീത്ത് അലോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. അതുപോലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ എത്രത്തോളം ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൊബാക്കോ? ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മേക്കൗട്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഹാബിറ്റ്സ് ഉള്ളവരുണ്ട്, സ്മോക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ പല്ലിൽ കറ പിടിച്ചിരിക്കുന്നത് വയ്ക്കുമ്പോൾ നമുക്ക് മേക്കൗട്ട് ചെയ്യാം. പിന്നെ ഒരാളുടെ ഭാഗമാണ് ഈസ് എ സ്മോക്കർ. പാൻജിയർ ഉണ്ടെങ്കിൽ അതിൻ്റെതായ സ്റ്റെയിൻസ് എല്ലാം മ്യൂക്കോസയിലും പല്ലിലും എല്ലാം ഉള്ളപ്പോൾ നമുക്കറിയാം ഹി ഹാവിങ് ദ ഹാബിറ്റ് ഓഫ് ദിസ് വൺ. പിന്നെ
ഇപ്പോൾ ടൈലേഴ്സ് യൂഷ്വലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ഇത് ഇങ്ങനെ കടിച്ചു പിടിച്ച് അല്ലെങ്കിൽ കടിച്ചു നൂല് പൊട്ടിക്കുക ഇങ്ങനെ എപ്പോഴും ഹാബിറ്റ് വരുമ്പോൾ ഒരു നോച്ച് ടീത്തിൽ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹീസ് ഹാവിങ് എ പ്രൊഫഷൻ ഓഫ് ദിസ്. പിന്നെ ഈ പണ്ട് ബാക്ക് പൈപ്പേഴ്സ് എന്ന് പറഞ്ഞ പൈപ്പ് അവരിങ്ങനെ വെച്ച് കടിച്ചു പിടിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ പല്ലിൻ്റെ തേയ്മാനം കൃത്യമായിട്ട് അതറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരുടെ ഓക്കുപ്പേഷൻ വൈസായിട്ടും അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സ് അനുസരിച്ച് നമുക്കത് മേക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് ഡിഫറൻസ് ഉണ്ട്? അതില്ല, അത് പ്രയാസമാണ്. പിന്നെ ഈ ചിലർക്ക് രാത്രി പല്ല് കടിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തേയ്മാനം കൂടുതലുണ്ടാവും. പിന്നെ ഒരുപാട് ചവച്ചരച്ച് കഴിക്കുന്നവരുടെ പല്ലൊക്കെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ഹാബിച്വലായിട്ട് നമുക്കിത് അറിയാൻ പറ്റും. അവർക്ക് കൂടുതൽ തേയ്മാനം വന്നിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഏജിൻ്റെ പറയുകയാണെങ്കിൽ ഒരു പ്രായം, അതായത് ഓരോ പ്രായത്തിലും പല്ലിൻ്റെ ഒരു വ്യത്യാസം എന്താ വരുന്നത്? ഇപ്പോൾ നമ്മുടെ യൂസേജ് കൊണ്ട് വേറെ ടയർ വരുമല്ലോ, തേയ്മാനം വരുമല്ലോ. അപ്പോൾ തേയ്മാനത്തിൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട് ടീത്ത്. ഇപ്പോൾ ടീത്ത് ഒരിക്കൽ വന്ന് ഇനാമൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഫോർ എവറാണ്. ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കോമ്പൻസേറ്റ് ഫോർ സം ഒരു ലിമിറ്റിൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല്ല് തേയ്മാനം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തെയും താഴത്തെയും പല്ല് കൂട്ടി കിട്ടുന്നതിന് വേണ്ടി പല്ല് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ചെയ്യും ഇതിനകത്തുനിന്ന്. അങ്ങനെ വരാൻ വേരിൻ്റെ ഭാഗമൊക്കെ ചിലപ്പോൾ എക്സ്പോസ് ചെയ്യും. ഇപ്പോൾ ഏജ്ഡായിട്ടുള്ളവർ ചിരിക്കുമ്പോൾ കാണാറുണ്ട് ഈ ക്രൗൺ പോർഷൻ കഴിഞ്ഞിട്ട് വേരിൻ്റെ ഭാഗം കൂടെ കുറച്ച് പുറത്തായിട്ട് കാണുന്ന രീതിയിൽ. അപ്പോൾ ഏജ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ധരിച്ച കോമ്പൻസേറ്ററി മെക്കാനിസം. അത് കഴിഞ്ഞിട്ട് അതിനോട് സബ്സിക്വൻ്റായിട്ട് പുളിപ്പ്, തേയ്മാനം അതും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ റെസ്റ്റോർ ചെയ്ത് അത് കീപ്പ് ചെയ്യുക. ക്രൗൺ ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് റീപ്ലേസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. സാർ, ഒരു കാട്ടാക്കടയിലൊരു കേസ് ഉണ്ടായിരുന്നു 2024 അതൊന്ന് പറയാം. അത് ഇതുപോലെ ഒരു മരിച്ച ഒരു ലേഡിയായിരുന്നു ഫോറൻസിക് മെഡിസിനിൽ വന്നത്. അപ്പോൾ ആ മരിച്ച ലേഡിയെ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അവരുടെ ദേഹത്ത് വൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു. വൈറ്റ് മാർക്ക് ഉള്ളതുകൊണ്ട് അവർ ഇതേപോലെ ഓഫ്കോഴ്സ് മാഡം അവിടുന്ന് നമ്മുടെ കൂടെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ വൈറ്റ് മാർക്ക് അവരുടെ ദേഹത്തുണ്ട്. അവരെ ശരിക്കും ഉപദ്രവിച്ച് കൊന്നതായിരുന്നു ഒരു റബ്ബർ എസ്റ്റേറ്റിൽ. അപ്പോൾ ആ സസ്പെക്റ്റിനെയും അവർക്കറിയാമായിരുന്നു. സസ്പെക്റ്റിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു ഡെൻ്റൽ കോളേജിലൂടെ സസ്പെക്റ്റിനെ വരുത്തി നമ്മൾ ഇംപ്രഷൻ എടുത്തു. വൈറ്റ് മാർക്ക് അനലൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് മാർക്ക് അനാലിസിസിൽ നമ്മൾ നോക്കുമ്പോൾ സസ്പെക്റ്റിൻ്റെത് മാച്ചിങ് അല്ല. കൂടാതെ നമുക്കത് മേക്കൗട്ട് ചെയ്യാൻ പറ്റി ഇതൊരു കുട്ടി കടിച്ചതായിട്ടാണ്. അപ്പം നമ്മൾ പ്രോബ്ലി പറഞ്ഞ് ഏതോ ഒരു കുട്ടി കടിച്ച അടയാളമാണ് ഈ ലേഡിയുടെ ദേഹത്തുള്ളതെന്ന് പോലീസിനോട് പറഞ്ഞു. അപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് നാച്ചുറലി ഇവരെ വീട്ടുകാരുമായിട്ട് വിട്ട് മറ്റൊരാളുമായിട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ വല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി ഈ 2 കുട്ടികളെയും കൊണ്ടുവന്ന സമയത്ത് ഒരു കുട്ടി മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതും അതിൻ്റെ ഇളയ കുട്ടിയുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ മോഡലെടുത്ത് നോക്കുമ്പോൾ ഇത് മാച്ചിങ് ആയിരുന്നു. അതിൽ മൂത്ത കുട്ടിയുടെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഈ പുള്ളിക്കാരിയെ വീട്ടിലോട്ട് ഈ ആ ഉപദ്രവിച്ച ആൾ വിടുന്നില്ലായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് നിർത്തിയിരുന്നത്. വീട്ടിൽ പോകാൻ അനുവദിക്കുന്നില്ലായിരുന്നു. ഇവരെ അറിയാതെ വീട്ടിൽ പോയതിൻ്റെ ദേഷ്യമാണ് അവരെ കൊന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന സമയത്ത് ഈ കുട്ടിയെ അവരുമായിട്ട് ഒരുമിച്ചാണ് കിടന്നത്. അപ്പോൾ ഇളയ കുട്ടി നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നായിരുന്നു, ഇതിന് ഹാബിറ്റുണ്ട് എപ്പോഴും ഇങ്ങനെ കടിക്കുക എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ കുട്ടിയുടെ മാച്ചിങ് ആണത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പോലീസിന് കൊടുത്തിരുന്നു, മാച്ചിങ്ങിൻ്റെതായിരുന്നു എന്നുള്ളത്. കൊന്നത് മറ്റേ ആൾ തന്നെയായിരുന്നു. കൊന്നത് മറ്റേ സ്ട്രാങ്കിൾ. അത് വേറെ എവിഡൻസ് ഉണ്ടായിരുന്നു. അത് ഫോറൻസിക് മെഡിസിനിൽ ഈ മണ്ണന്തല ഒരു വലിയ കേസ് ഉണ്ടായിരുന്നില്ലേ? അത് മണ്ണന്തലത്തെ കേസ് ഉണ്ടായിരുന്നു. അത് സഹോദരൻ സഹോദരിയെ കൊല്ലുകയായിരുന്നു. അത് ഇതുപോലെ സഹോദരിക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോവുകയും ആ കോളേജിനടുത്തൊരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. താമസിക്കുന്ന സമയത്ത് ആ ഇൻറ്റൻഷൻ സഹോദരിയെ കൊല്ലാനായിട്ടുള്ളതായിരുന്നു. അന്ന് ആ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കൂടെ വിളിപ്പിക്കുകയും എന്നിട്ട് ഈ
ഒരു കൊല്ലുകയായിരുന്നു. പക്ഷെ അതിനകത്ത് ബൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈറ്റ് മാർക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് അനാലിസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്നു. കൊണ്ടുവന്ന് നമ്മുടെ അതിൻ്റെ അളവ് നോക്കിയപ്പോൾ അതിൽ സഹോദരൻ്റെതായിരുന്നു മാച്ചിങ് ആയിട്ട്. അപ്പോൾ കൂട്ടുകാരനാണോ ഇതെന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷെ സഹോദരൻ്റെ ആയിരുന്നു ഇതിനകത്ത് മെയിനായിട്ട് വന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം, ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ അതൊരു 4 വയസ്സുള്ളൊരു കുട്ടിയെ അതിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി അവിടെ അമ്മയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ബെഡിലുള്ളവർ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് ഒരുപാട് മുറിപ്പാടുകളും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതും അങ്ങനത്തെ അടയാളം കണ്ടതുകൊണ്ട് അവരായിട്ട് അങ്ങ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നതായിട്ട്. അങ്ങനെ പോലീസ് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടാണ് കുട്ടിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിച്ചതാണ്, മാമൻ ഉപദ്രവിച്ചു, അങ്ങനെ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തതിന് അവസാനം തോന്നുന്നു പുള്ളിക്കാരുടെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പം പുള്ളിക്കാരിക്ക് വേറൊരു റിലേഷൻഷിപ്പുണ്ട്. ആ ആളിന് അതൊരു യങ് ബോയ് 18 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയും കൊണ്ടുവന്ന് നമ്മൾ പിന്നെ ഇതേപോലെ മെഷർമെൻറ്റ്സും ബാക്കിയുള്ളതെല്ലാം എടുത്ത് നോക്കുമ്പോൾ മാച്ചിങ് ആയിരുന്നു. കുട്ടിയുടെ ദേഹത്ത് ഉപദ്രവിച്ചിരിക്കുന്നത് വൈറ്റ് മാർക്ക് വെച്ചിട്ട് ആളാണെന്ന് പറഞ്ഞു. പിന്നെ ആ റിപ്പോർട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സാറേ, കൊട്ടാരക്കര ഉണ്ടായിരുന്ന ഒരു കേസിൽ സാറായിട്ട് അതൊന്ന് കൊട്ടാരക്കര ഉണ്ടായിരുന്ന ഒരു ലേഡി ഡെത്ത് ആയിരുന്നു. അപ്പോൾ ദർ വാസ് റേപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഷി വാസ് സ്റ്റേയിങ് എലോൺ. അപ്പോൾ അവർ പാറ പൊട്ടിച്ച് ചെറിയ അതാണ് അവരുടെ ജോലി. അപ്പോൾ അവിടെ താമസിക്കുന്ന അവർക്കറിയാമെന്നുള്ളവരൊക്കെ തന്നെ അതിനടുത്തൊക്കെ ഉള്ളവർ. അപ്പോൾ ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നുള്ളത് അറിയാമെന്നുള്ളതുകൊണ്ട് ഒരു ദിവസം ഇതേപോലെ പോലീസ് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് പറഞ്ഞു അതിനകത്ത് അവരെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് ബൈറ്റ് മാർക്ക് ഉണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കണം എന്നിങ്ങനെ പറഞ്ഞ്. ബ്രസ്റ്റിലായിരുന്നു ബൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് സ്ക്രാച്ചസ് ആയിട്ടും ഇതുണ്ട്. ക്ലിയർ കട്ടായിട്ട് എനിക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും അത് സസ്പെക്റ്റ് കുറച്ച്, അപ്പോൾ പോലീസ് അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കുറച്ച് ഈ പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ നോക്കുന്നുണ്ട്. പോലീസ് വേറെ മഫ്തിയിലൊക്കെ അവിടെയൊക്കെ പോയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പല്ലിൻ്റെ അടയാളം നോക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയുകൊണ്ട് പലരെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഫണി പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പല്ലില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അപ്പോൾ നാച്ചുറൽ അയാൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇതെന്നുള്ളത്. അപ്പം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ പല്ല് വെച്ച ആളാണോ അല്ലേ എന്നുള്ളത് സംശയമുണ്ട്. അതൊന്ന് നോക്കിയിരിക്കാറുണ്ട്. പോലീസ് പിന്നെ ഈ മഫ്തിയിൽ നടന്നുകൊണ്ട് ഈ പുള്ളിക്കാരനിൽ പല്ല് അവിടെ അന്വേഷിച്ച് പറഞ്ഞ് പല്ലുള്ള ആളായിരുന്നു. ആർട്ടിഫിഷ്യലായിട്ട് പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പല്ല് നോക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ചെയ്തരുത് പുഴയിൽ എറിഞ്ഞിട്ടാണ് പുള്ളി വന്നതെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആളതല്ലായിരുന്നു. എന്നാലും പുള്ളിക്കൊരു പേടിയായിരുന്നു ഇത് വെച്ചിട്ട് ഇത് വരുമെന്നുള്ളത്. ആള് പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയായിരുന്നു. ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രധാന കേസ് വന്നിട്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ അവിടുത്തെ ഈ ട്രെയിൻ രാത്രി ആണ് വാഷ് ചെയ്യുന്നത്. പല വെളുപ്പിന് പോകുന്ന ട്രെയിൻസും ഇതിനൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ട്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കടന്നു കയറി ഒരു ലേഡിയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അവർ അപ്പോൾ പ്ലാറ്റ്ഫോം താഴെ വീണു. പ്ലാറ്റ്ഫോം അല്ലാതെ തന്നെ കല്ലിൽ പുറത്ത് വീണു. അപ്പോൾ ഒരു കയ്യിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അപ്പോൾ തന്നെ അവിടുന്ന് ഉണ്ടായിരുന്ന പോലീസ് അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നായിരുന്നു. അവർ പെട്ടെന്ന് അവർ അൺകോൺഷ്യസ് ആയി. പെട്ടെന്ന് പേടിച്ചതിൻ്റെ ഇതിനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇവിടെ കൊണ്ടുവന്നൊരു വെളുപ്പിന് എന്നെ കോൾ ചെയ്ത് കയ്യിലൊരു ബൈറ്റ് മാർക്കിൻ്റെ അടയാളമുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇച്ചിരി കോൺഷ്യസ് ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്നെ ഉപദ്രവിച്ചു അതിനകത്ത് ഉണ്ടായിരുന്നവരാണെന്നിങ്ങനെ പറഞ്ഞത്. അപ്പോൾ വൈറ്റ് മാർക്ക് ഞാൻ നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ കാറ്ററിംഗ് തൊഴിലാളികൾ ഒരുപാട് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരായിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 11 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോലീസ് അത് വാച്ച് ചെയ്തിട്ട് അതിനകത്ത് ഒരാൾ ഇവരന്വേഷിച്ചപ്പോൾ അതിൽ ഒരാൾ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ പോലീസ് പിന്നെ അതിലോട്ടായി കോൺസെൻട്രേഷൻ. അയാളങ്ങ് തിരിച്ച് ബംഗാളിൽ അവിടെ പോയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ അറിയിച്ചിട്ട് ആ പുള്ളിയെ
കൊണ്ടുവന്നു. അപ്പോൾ ഈ വൈറ്റ് മാർക്ക് ഞാനപ്പോൾ ഇവരുടെ നോക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ പോലീസ് പറഞ്ഞ് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൽ ഈ പുള്ളി വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന് ഇംപ്രഷൻ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ കറക്റ്റായി ഇത് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ വന്നപ്പോൾ അപ്പോൾ എതിർഭാഗം വക്കീല് എന്നോട് ചോദിച്ചാൽ വീണത് കല്ലിൽ വീണതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കല്ലിൽ വീണെങ്കിൽ ഈ ആർച്ച് ഫോം വരില്ല, അപ്പോൾ അങ്ങനെ വന്നുകൂടെ എന്നിങ്ങനെ ചോദിച്ചു. വളരെ റയർ പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ വരാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ. അപ്പോൾ അവിടെ ഒരു എതിർഭാഗം വക്കീല് പറയുന്നത് വേറൊരു ഇൻസിഡൻ്റായിട്ടാണ്. ഈ സ്ത്രീ അതിനകത്ത് കഴുകിക്കൊണ്ടിരിക്കുക കാല് തെറ്റി താഴെ വീണു, ഇയാൾ പോയി ഹെൽപ്പ് ചെയ്ത് നേരെ കരയിൽ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റി വെച്ചതാണ്, അല്ലാതെ ഇയാൾ ഉപദ്രവിച്ചൊന്നുമല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ വൈറ്റ് മാർക്കും ഇതും ക്ലിയർ എവിഡൻസ് ആയതുകൊണ്ട് കോടതി ശിക്ഷിച്ചു. പല്ലുകൾ ദ്രവിക്കാൻ എത്ര മരിച്ചു കഴിഞ്ഞിട്ട് നോർമലി ഇപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ദ്രവിക്കാൻ എത്ര സമയം എടുക്കും? ഈ കമ്പയർ ടു ഇപ്പം ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ടീത്താണ്. ടീത്ത് വിൽ ബി ദ ലാസ്റ്റ് തിങ് ടു ഗെറ്റ് ഡിസ്റ്റോർട്ട്. ബോണും എല്ലാം പോയിട്ടും പല്ല് അവിടെ ഉണ്ടാവും. കാരണം ഇപ്പം ഒരു പുഴയുടെ അരികിൽ നിന്ന് ഒരു ബോഡി കിട്ടിയതായിട്ട്, ബോഡിയല്ല എല്ലും കുറച്ച് പല്ലുകളുമായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പല്ലിൻ്റെ ഭാഗം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏജും ഇതും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഹെൽപ്പ് അവരുടെ ഇതിൽ തന്നെ. പക്ഷേ അതൊന്നും നമുക്ക് ഏജ് നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് മാച്ചിങ്. ഇതിനകത്ത് നമ്മൾ ചെയ്ത കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ പല്ലെന്ന് പറയുമ്പോൾ കുട്ടികളെ കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യത്തെ പല്ല് വരിക എന്ന് പറയുന്നത് തന്നെ 6 മാസത്തിലാണ്. ഈ 6 മാസം തൊട്ട് ഒരു 2.5 വയസ്സ് വരെ പാൽപ്പല്ലുകളായിരിക്കും. പിന്നെ 6 വയസ്സാകുമ്പോഴാണ് നമ്മുടെ സെക്കൻഡറി ഡെന്റിഷനായിട്ട് വരുന്നത്. അപ്പോൾ അതേസമയം ഈ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ സെക്കൻഡറി ഡെന്റിഷനിലുള്ള ഫോർമേഷൻ എല്ലിനുള്ളിൽ പല്ല് വരുന്നുണ്ട്. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഏജ് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രാമത്തെ ഗർഭസ്ഥാവസ്ഥയിലാണ് മരിച്ചതും ഇതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഈ അന്നത്തെ കിട്ടുന്ന അതിൻ്റെ പല്ലിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കറിയാൻ പറ്റും ജനിച്ചിട്ടാണ് ഇത് മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതല്ല ഇതിനകത്ത് ഈ പറഞ്ഞ പാറ്റേൺ ഉണ്ട്, ലിയോനേറ്റൽ ലൈൻ എന്നും അങ്ങനത്തെ കുറേ വസ്തുതയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം ഇതിനകത്തുള്ളത്. ഈ ഐഡന്റിക്കൽ ട്വിൻസിന്റെ ടീത്തിന് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടാകാൻ ചാൻസ്? ഐഡന്റിക്കൽ ട്വിൻസിന് ഡെഫിനറ്റ്ലി ആ ക്രോമസോമൽ ഇത് വെച്ചിട്ട് അവർക്ക് സിമിലാരിറ്റീസ് ഡെഫിനറ്റായിട്ടുണ്ടാകും. പക്ഷേ ഈ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അവർ ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ്, ഇപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും കേട് രണ്ടുപേർക്കും ഒരുപോലെ വരണമെന്നില്ല. ഇപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സോ മറ്റോ ഡിപ്പെൻഡ് ചെയ്ത് രണ്ടും 2 രീതിക്കായിരിക്കും കേടും മറ്റും വരുന്നത്. അപ്പോൾ അതൊരു യുണീക്നെസ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന വ്യക്തി ഇന്ന പല്ലിൽ കേടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഹാബിറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രോമറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ലിൽ ഡിസ്കളറേഷൻ കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും വേരിയേഷൻസ് ആഫ്റ്റർ ബർത്ത് ഡെഫിനറ്റായിട്ട് അറിയാൻ പറ്റും. എവിടെ വായിക്കണ്ട ഈ സെൽഫീസ് നമ്മുടെ പല്ലുകളുടെ അത് തെളിവായിട്ട് ഒരുപാട് കേസസ് സോൾവ് ചെയ്തിട്ടുള്ളതായിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പല്ലുകളിൽ വന്നിട്ടുള്ള ഗ്യാപ്പ് ഒക്കെ വെച്ചിട്ടും അങ്ങനെ എന്തെങ്കിലും ഫേമസ് കേസസ് ഡോക്ടറുടെ ഓർമ്മയിലുണ്ടോ? അല്ല, ഈ പല്ല് ഇപ്പം നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പല്ലിലുള്ള അറേഞ്ച്മെൻറ്റ്, പല്ലിലുണ്ടാകുന്ന സ്പേസസ് അങ്ങനെ വെച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ചില ഇതിനകത്ത് ഒരു കേസ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ബേഴ്സായിരുന്നു. അവർ വഴക്കുണ്ടായി. ഒരു അത്തിപ്പഴം എന്തോ അവരുടെ വീട്ടിലുള്ളത് മറ്റേ ആൾ കയറി പറിച്ചു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഫൈറ്റുണ്ടായിട്ട് ആ മനുഷ്യൻ ആ ലേഡിയുടെ കവിളിൽ കടിച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കടിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് കേസാക്കിയിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അപ്പോൾ വെരി ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ആ പുള്ളിയാണ് കടിച്ചതെന്നുള്ളത്. കാരണം പുള്ളിക്ക് 2 പല്ലില്ലായിരുന്നു. അപ്പോൾ ഈ ഉള്ള പല്ല് വെച്ച് കടിച്ചപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ആ 2 പല്ലില്ല ഇയാൾ തന്നെ. പിന്നെ വേറെ ഇതിനകത്തുള്ളത് അപ്പോൾ പുള്ളി ഡിനൈ ചെയ്യുന്നില്ല. ബട്ട് കോടതിയിൽ വരുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും അവിടെ വെച്ച് ചിലപ്പം അവർ ചിലപ്പോൾ അല്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്ലിയർ കട്ട് പ്രൂഫ് ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മുടെ റിപ്പോർട്ടായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ആബ്സെൻസ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ റൊട്ടേറ്റഡ് ടീത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഈസിലി മേക്ക് ഔട്ട് ചെയ്യാം. പിന്നെ അതുപോലെ
വേറൊരു കേസ് ഇതുപോലെ ഉണ്ടായിരുന്നത്. അവർ രാത്രി ഒരു മാർജിൻ ഫ്രീയിൽ വർക്ക് ചെയ്യുന്ന ലേഡിയായിരുന്നു. ഷീ വാസ് ഗോയിങ് ബാക്ക് ടു ഹോം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു ബൈക്കുകാരൻ വന്ന് ഒരു പെട്ടെന്ന് തട്ടിയിട്ടിട്ട് ആ ആൾ ഇവരെ വലിച്ചെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ തിരിച്ച് അങ്ങോട്ട് ഉപദ്രവിച്ചു. അപ്പോൾ അതിൽ ആ വ്യക്തിയുടെ വൈറ്റ് മാർക്കിൽ കൃത്യമായിട്ട് പല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ ആൾ എസ്കേപ്പ് ചെയ്തെങ്കിലും ക്യാമറയിലൂടെ പോലീസ് ആ സമയത്ത് പാസ് ചെയ്ത് വരെ വെച്ചിട്ട് സസ്പെക്റ്റിനെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മേക്കൗട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം ആ ആളുടെ കനയും കുറച്ച് മാറിയിരിക്കുകയും ഇതുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു, മുഖത്ത് തന്നെ കടിക്കുകയും ചെയ്തിരുന്നു. ഒരു ഫെയർ ലേഡി ആയിരുന്നുകൊണ്ട് മേക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതുകൊണ്ട് അതും ഇതുപോലെ തന്നെ ഈ ഡി അറേഞ്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ഉപകാരപ്പെട്ടു. ഈ പുതിയ ജനറേഷൻ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് വരുന്നുണ്ടോ താല്പര്യം? ഈ പുതിയ ജനറേഷൻസിന് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ആഫ്റ്റർ ഓൾ ഇപ്പോൾ മീഡിയയിലൂടെ ഇതിലൂടെ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സബ്ജക്റ്റായിട്ട് വരണം പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ദേ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനോട് ഇപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണെന്നുള്ളത് വേണം. പക്ഷേ ഇതിൽ വരുന്നത് അൺലെസ് യു ആർ ഗെറ്റിംഗ് എ ഗവൺമെൻറ് ജോബ് ഇറ്റ് വിൽ ബി വർത്ത്. ഇപ്പോൾ പ്രൈവറ്റിൽ നമുക്ക് പറയാം ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഇത് അറിയാം, പക്ഷേ ഇത് ആപ്ലിക്കേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റിൽ ഇത് വരുമ്പോഴേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന അവരെല്ലാം ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. ഒരു കേസ് വരുമ്പോൾ ഒരു ഓടി വരും ഇതിനകത്തുള്ളത്. അവിടെ ഫോറൻസിക്കിൽ നിന്ന് വിളിക്കുകയാണെങ്കിലും നമ്മളൊരു ടീമായിട്ടാണ് പോകാറുള്ളത്. പണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു ടീമായിട്ടാണ് പോകാറുള്ളത്. പിന്നെ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പല്ലിൻ്റെ ഘടന അനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്തിപ്പം ചില പല്ലുകൾ വന്നിട്ടുണ്ട്, ചിലത് വന്നിട്ടില്ല. ഇതിനകത്ത് ഈ മേളിലത്തെ പല്ല് ഇപ്പം നമ്മൾ ഇതൊരു മോഡൽ ഇതൊരു കേസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതൊരു കുട്ടിയാണ്. ഇതിനകത്ത് നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ എല്ലാ പല്ലും ഒന്നും വന്നിട്ടില്ലാത്തൊരു കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാറുള്ളത് അല്ല. അപ്പോൾ ഇതിൽ ഈ പല്ലില്ലായ്മ വരുമ്പോൾ ഈ കുട്ടി കടിച്ചാൽ നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ പല്ലിൻ്റെ ഭാഗം ഇതിനകത്ത് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു റെപ്ലിക്ക എടുക്കാൻ വേണ്ടി ഒരു മെഴുക് വെച്ചിട്ട് ഇതിനകത്ത് ഘടിപ്പിച്ച് നോക്കും. ഈ ഘടിപ്പിക്കുമ്പോൾ ഇതിനകത്തുള്ള വേരിയേഷൻസ് എല്ലാം നമുക്കറിയാം. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒന്നും പല്ലില്ല ഇതിലുള്ള. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു ബൈറ്റ് മാർക്ക് കാണുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു 5 പേരുണ്ടെങ്കിൽ ഇതുപോലെ പല്ലില്ലാത്തതോ പല്ല് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതോ അതിനകത്തുള്ള വേരിയേഷൻ വെച്ചിട്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ശരിക്കും ബൈറ്റ് മാർക്കിൽ നിന്ന് നമ്മളൊരു ഇതേപോലത്തെ ജെല്ല് വെച്ചിട്ട് കോപ്പി പോലെ ഉണ്ടാക്കി ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ സസ്പെക്ട് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നു സസ്പെക്ട് ചെയ്തവരെ വായിലെ അളവെടുത്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ മോഡലാണിത്. ആ മോഡൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട് റെപ്ലിക്കയാണ്. ഇതിൻ്റെ ഓരോ ടീത്തിൻ്റെ മെഷർമെൻറ്റും നമ്മളെ ലൈഫ് സൈസാണ്. ഈ മെഷർമെൻറ്റ് ആ ബൈറ്റ് മാർക്കിൽ നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് ഡയറക്റ്റായിട്ട് വെച്ച് നോക്കാം. ഈ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ എടുത്തിട്ട് നോക്കാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് ഈ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞ് ഈ ടെക്നിക്ക്, ഇപ്പോൾ ഇതൊരു ബൈറ്റ് മാർക്കാണെങ്കിൽ ഇതിലോട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇതിലോട്ട് വെച്ചിട്ട് എക്സാക്റ്റായിട്ട് ഇതിൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കും. ഇപ്പോൾ എക്സാക്റ്റായിട്ട് വരുന്നതിന് ഡയറക്റ്റ് മെത്തേഡായിട്ടുണ്ട്. സൂപ്പർ ഇമ്പോസിഷൻ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് ഇതുപോലെ ഇത് മാത്രം ഈ എഡ്ജസ് മാത്രം നമ്മുടെ കൊണ്ടുവന്നിട്ട് അതിലോട്ട് പ്ലേസ് ചെയ്ത് നോക്കുന്നത്. സാർ, ഈ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ബൈറ്റ് മാർക്കിൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ചെയ്ത കേസസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നാച്ചുറലി നമുക്ക് ബൈറ്റ് മാർക്ക് വരാൻ നേരത്ത് പോലീസിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് വരും. പക്ഷേ പോലീസ് കൊണ്ടുവരുന്ന ഫോട്ടോഗ്രാഫ് ഐദർ ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ് ആയിരിക്കും. കാരണം അവർ ഇരിക്കുന്ന ക്യാമറ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ടായിരിക്കും അവർ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ് ചിലപ്പോൾ എക്സാക്റ്റ് റെപ്ലിക്ക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല, ഇതിനകത്ത് വേരിയേഷൻ വരും. അത് നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയും സ്കെയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പറയും. അപ്പോൾ ആ സ്കെയിൽ ഇവിടെ നമ്മുടെ തരികയാണെങ്കിൽ നമുക്കത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിലെത്ര വേരിയേഷൻ ഇതേ മാഗ്നിഫിക്കേഷനോ ഡിമിനിഷൻ വന്നിട്ട് നമുക്കതിൽ നിന്ന് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എക്സാക്റ്റ് ലൈഫ് സൈസിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിന് ABFO സ്കെയിൽ എന്ന് പറഞ്ഞ് അമേരിക്കൻ ബോർഡ് ഓഫ് ഫോറൻസിക് ആൻഡ്രോളജിയുടെ സ്കെയിലുണ്ട്. അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതാണ് ABFO സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ ബോർഡ് ഓഫ് ഫോറൻസിക് ഓഡോളജിയിലുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, ഞാനിത് വരുത്തിച്ചു. ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരെണ്ണമുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിനകത്ത് ഇപ്പം ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ മെഷർമെൻറ്റ്, അപ്പോൾ ഇത് വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ വന്നോ അല്ല ഡിമിനിഷൻ സൈസ് ആണോ എന്നുള്ളത് നമ്മളിത് വെച്ച് കമ്പയർ ചെയ്ത് അതനുസരിച്ചിട്ട് സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്യും. അപ്പം പിന്നെ ആംഗുലേഷൻ ഇതുണ്ടെങ്കിൽ ഈ ആംഗിളിൽ കറസ്പോണ്ടിങ് ആയിട്ട് സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആംഗുലേഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഇത് കോസ്റ്റ്ലിയറാണ് ഈ സ്കെയില്. പിന്നെ ഈ വെർനിയർ കാപ്പ്, ഇത് യൂഷ്വലി ഉള്ള വെർനിയർ കാലിപ്പറാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് എടുക്കും ടീത്തിൻ്റെ. ഇത് സാധാരണ ഫിസിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഇത് തന്നെ. ഇത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ടീത്തിൻ്റെയും ഇത് മെഷർ ചെയ്യും, എഡ്ജസ്. എന്നിട്ട് ആ എഡ്ജസ് കറസ്പോണ്ടിങ് ആയിട്ട് ബൈറ്റ് മാർക്കിലുണ്ടെങ്കിൽ അതിലോട്ടുള്ളത് വെച്ച് മെഷർ ചെയ്യും. ഏതാണ്? ഇത് ആർട്ടിഫിഷ്യൽ. ആ ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ്. ഇതിൽ നമ്മുടെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിനെ ഓരോന്നും നമ്മുടെ കാലിപ്പർ വെച്ച് മെഷർ ചെയ്തെടുക്കും. എന്നിട്ട് ബൈറ്റ് മാർക്കിൽ വരുന്നതിനകത്ത് നമ്മൾ ഈ കാലിപ്പർ വെച്ച് അത് മെഷർ ചെയ്യും. അപ്പോൾ അത് വൺ ഓഫ് ദി മെത്തേഡ് മാച്ചിങ് ആണോ എന്നുള്ളത്. അപ്പോൾ മെട്രിക് ആയിട്ടുള്ളത് ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഹീൽഡ് കൊണ്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വേരി. ഇതിൻ്റെ ഇത് തന്നെ അതിനകത്ത് വരാറില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദി ഡ്യൂറേഷൻ. ചിലത് പെട്ടെന്ന് തന്നെ ഡയമെൻഷൻ വരും. ഇപ്പോൾ ഒരു ബൈറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നീരാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഡയമെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവലി ഡിക്രീസസ്. പിന്നെ മുറിവും വരുന്നത് അത് തന്നെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൊച്ചു കുഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ മുറിയും, വലിയൊരു അടിച്ചു കഴിഞ്ഞാൽ കൺഡ്യൂഷനാണ്. അവിടെ മുറിവല്ല, ചതഞ്ഞ മാതിരിയാണ് വരുള്ളൂ. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് മേക്കൗട്ട് ചെയ്യാം. കൊച്ചുകുട്ടിയാണോ അടിച്ചത് വലിയവരാണോ അടിച്ചതെന്നുള്ളത്. ഇതിപ്പം നമുക്കിങ്ങനെ ഒരു സ്കള് ഇപ്പം ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അൺനോൺ ബോഡി, അത് ട്രിവാൻഡ്രത്തു നിന്ന് തന്നെ കിട്ടിയതായിരുന്നു. അപ്പോൾ അതിനകത്ത് ആസ്ക് us to find out whether it is a male or female, പിന്നെ ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. മെയിലാണോ ഫീമെയിലാണോ എന്ന്. അപ്പോൾ മസിൽ പുള്ള് അനുസരിച്ചിട്ട് ഇത് ഇവിടത്തേക്കാണല്ല പ്രോമിനൻസ്, അതുകൊണ്ട് മസിൽ പുള്ള് കൂടുതലുള്ളതാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ സ്കളാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ മെയിൽ. ഫീമെയിൽസിൻ്റെ ഇവിടെ ഇങ്ങനെ തിൻഡ് ഔട്ടായിട്ട് വരും, മെയിൽസിൻ്റെ ഇവിടെ ബ്രോഡറായിരിക്കും. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞത് മെയിൽസിൻ്റെ കുറച്ചുകൂടെ വരും, ഫീമെയിൽസിൻ്റെ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ട് പോകും. ഇവിടുത്തെ പ്രോമിനൻസ് ഒക്കെ കൂടുതലായിരിക്കും മെയിൽസിന്, ഫീമെയിൽസിന് അവിടെയൊക്കെ കുറവാണ്. പിന്നെ മാൻഡിബിളിൻ്റെ ഇതെടുക്കുമ്പോൾ അതുപോലെ ആംഗുലേഷൻ ഇങ്ങനത്തെ തരും, മറ്റേത് ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ആംഗിളും ഇതുമെല്ലാം നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ടാണ് വെദർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ ഫീമെയിലോട്ട് കൺക്ലൂഷൻ പോകാം. പിന്നെ ടീത്ത് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് അതിനെ റേഡിയോഗ്രാഫിൽ നോക്കിയിട്ട് പൾപ്പ് ടൂത്ത് റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷനുണ്ട്. അത് വെച്ചിട്ട് യു ക്യാൻ മേക്ക് ഔട്ട് ദ ഏജ്. അത് അപ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ പൾപ്പ് ടൂത്ത് റേഷ്യോയിൽ നല്ല വേരിയേഷനാണ്. കാരണം പൾപ്പൽ ടിഷ്യൂ കുറഞ്ഞു പോകും. അപ്പോൾ അത് കുറയുന്നതനുസരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ അതിനകത്തൊരു ചാർട്ടുണ്ട് ഓൾറെഡി പ്രിപ്പയർഡ്. ആ ചാർട്ട് വെച്ചിട്ട് ഏജ് നമുക്ക്. അപ്പോൾ യങ്ങർ ദി ഏജ് ആണെങ്കിൽ ദ ഡിഫറൻസസ് വിൽ ബി 1 or 2 years. ഓൾഡർ ദി ഏജ് ആണെങ്കിൽ ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു 10 yearsലുള്ള വേരിയേഷൻ വരാം. കാരണം നമുക്ക് മറ്റേത് നമുക്ക് കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ പല ടൂത്തുകളുടെ ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലെ റേഡിയോഗ്രാഫ് എടുത്ത് കഴിയുമ്പോൾ പല ടൂത്തും എറപ്റ്റിംഗ് ആയിരിക്കും, ചിലത് അൺഎറപ്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ അൺഎറപ്റ്റഡ് വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ആർബിട്രറി ആയിട്ടുള്ള റേഞ്ച്, പിന്നെ അതിലൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ നമ്മളൊരു ഫോമുലയുണ്ട്, അതിനകത്തൊട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ഏജിൻ്റെ ഇന്നാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. ഇതേപോലെ റേപ്പായിരുന്നു. അപ്പോൾ ആ കുട്ടി വെദർ ഷീസ് 16 or 18 years
അക്കോർഡിംഗ് ടു ദ റെക്കോർഡ്സ് ഷീ 16 years എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ആക്ച്വലി ഷീ വാസ് എൻ ഓർഫൻ. അപ്പോൾ അത് ആരോ എടുത്ത് വളർത്തുന്നതായിട്ടാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സാക്ട് ഏജ് ദേ ആർ നോട്ട് നോയിങ് ഇറ്റ്. അവർക്ക് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ അവർ നമുക്ക് കൊണ്ടുവന്നിട്ട് ഏജ് ഒന്നും ഇട്ടില്ല. ആൻഡ് വി കാൽക്കുലേറ്റ് ആൻഡ് മേക്ക് ഇറ്റ് 15.06 ആക്യുറേറ്റ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റിയായിരുന്നു. അത്രയ്ക്ക് accurate ആയിട്ട് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് accurate ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ DNA ടെസ്റ്റ് വഴി അങ്ങനെ പറ്റില്ല. അപ്പോൾ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ നൗ യു വാണ്ട് ടു നോ അബൌട്ട് ദി ഏജ്. ഇപ്പോൾ DNA വഴി ഏജ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പാടാണ്. യു ക്യാൻ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ, അവരുടെ ഫാമിലി ഡീറ്റെയിൽസും ഏത് ഇതിൽ വരുന്നതെന്നൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. പക്ഷേ ഏജിൻ്റെത് വരാൻ നേരത്ത് യു ഹാവ് ടു യൂസ് ദി അതർ മെഷേഴ്സ്. പിന്നെ ഇത് ഡെഫിനറ്റ്ലി റേഡിയോ ഡയഗ്നോസുകാർ ഈ കൈയുടെ എക്സ്റേ എടുത്തിട്ട് ഇതിലുള്ള കാൽസിഫിക്കേഷൻ വെച്ചിട്ടും ഏജ് എടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് കുറച്ചുകൂടെ എക്സാക്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പല്ലാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ മരത്തിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് ആനുവൽ റിങ്സ് എണ്ണി എത്ര വർഷമായി എന്ന് പറയുന്ന മാതിരി ഈ ട്യൂത്തിൻ്റെ ആ ഗ്രോത്തിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ആ ഇൻക്രിമെൻ്റൽ ലൈൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാക്റ്റ്. എന്നാലും നമ്മുടെ ഒരു 1 yearൻ്റെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഞാൻ പറയുന്നത് 15.06 നമ്മുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കോടതിയിൽ വരുമ്പോൾ പറയും 1 വയസ്സ് അങ്ങോട്ടോ 1 വയസ്സ് ഇങ്ങോട്ടോ ആകാം. എനിവേ 1 വയസ്സ് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പോക്സോ ആണ്. DNA ടെസ്റ്റിംഗ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ അല്ലേ? ഏതാണ് DNA എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ് ആണ്. നമുക്കൊരു സ്പോട്ടിൽ പെട്ടെന്ന് പറയാൻ നമ്മളത് സഹായിക്കാറുണ്ട്. മറ്റേത് കുറച്ചുകൂടെ ടൈം എടുക്കാം. പക്ഷേ അവിടേതായിരിക്കും കുറേ കൂടെ റിലയബിൾ. ബട്ട് സ്റ്റിൽ നമ്മുടേതിപ്പോൾ ഈ മെഷർമെൻറ്റ്സും ബാക്കിയുള്ള അനാലിസിസ് വഴി പറയുന്നതാണ്. പക്ഷേ അവരുടെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹോൾ പ്രൂഫ്. കണ്ണ് കിട്ടിയ കേസിലൊരു കൺഫ്യൂഷൻ വന്നു ഒരിക്കലും. അത് നമ്മുടെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഫീച്ചേഴ്സ് അതും ട്രിവാൻഡ്രത്ത് തന്നെ പുഴയുടെ സൈഡിൽ നിന്ന് ഒരു സ്കള്ള് കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരികയായിരുന്നു. അപ്പം വലിയ പഴക്കം വലുതായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഈ മാഗറ്റ്സ് ഉണ്ട്. മാഗറ്റ്സ് എന്ന് പറഞ്ഞത് ഈച്ചയുടെ പുഴുക്കൾ കണ്ണിൻ്റെ അവിടെ ഇതിനകത്തു നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ടായിരുന്നു. വല്ലാത്ത സ്മെല്ലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതെടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ വൺ സൈഡ് ഓഫ് ദ ഫേസ് റിസംബിൾസ് ലൈക്ക് എ മെയിൽ ആൻഡ് അനദർ സൈഡ് റിസംബിൾസ് ലൈക്ക് എ ഫീമെയിൽ. ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡറിന് എപ്പോഴും ഒരു ഫീച്ചറേ വരുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് സംശയം വന്നേ ഒരു സൈഡിൽ എന്തോ അബ്നോർമാലിറ്റി ഉണ്ടോ ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ സസ്പെക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തു. വൺ സൈഡ് സീംസ് ടു ബി എ മെയിൽ പേഴ്സൺ, അനദർ ഗോട്ടൻ ഇങ്ങനെ കുറച്ച് ഫെമിനിസ്റ്റ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡേഴ്സിന് എപ്പോഴും ഒറ്റ ക്യാരക്ടർ, either മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് ഫൈനലി എൻ്റെ ഒരു എന്തൂസിയാസം കൊണ്ട് ഞാൻ പോലീസിനെ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ച സമയത്ത് പോലീസ് പറഞ്ഞു ഒരു തുണി കഷ്ണം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഇയാളുടെ ബോഡിയിൽ നിന്ന് ഇയാളുടേതായിരിക്കാം, അതെന്തോ ഒരു വേരിലെന്തോ തങ്ങി നിൽക്കുകയായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ അവർക്ക് കിട്ടി ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സണാണ് മിസ്സിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതായിരുന്നു ഇതിനകത്ത് നമുക്ക് ഈ വേരിയേഷനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് കൊടുത്തതിനകത്ത് ഒരു കൊറി കൊടുത്തിരുന്നു, മേ ബി ആൻ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ. ആക്ച്വലി അത് അതെങ്ങനെയാണ് ഡോക്ടർ? കാരണം ഇപ്പം ഒരാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡും അപ്പർ സൈഡും നോട്ട് ബി എൻ എക്സാക്ട് റെപ്ലിക്ക, എന്നാലും സ്ലൈറ്റ് വേരിയേഷൻസ് വരാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഒരു സൈഡിലുള്ള ഫീച്ചേഴ്സ് അല്ല അപ്പർ സൈഡിൽ കിട്ടിയത്. ഹീസ് ഹാവിങ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ആൾക്ക് ലിംബിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈഡിലുള്ള ഡെവലപ്മെൻറ്റ് മാറ്റം ടോട്ടലി വരും. ഈവൻ അതിനകത്ത് ഇപ്പം അതിൻ്റെ ഫുള്ളും ഇത് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരാം. അപ്പോൾ അങ്ങനെ വന്നതാകാം, നമ്മൾ അനുമാനിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ എൻ്റെ എന്തൂസിയാസം കൊണ്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഈ വാസ് എൻ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആയിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. മിസ്സിങ് ആയിരുന്നത്. വീട്ടുകാരെ പിന്നെ അന്വേഷിച്ചു, ഇങ്ങനെ കണ്ടില്ലായിരുന്നു, ആളായിരിക്കാം എന്നിങ്ങനെ സംശയിച്ചു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് സ്റ്റിൽ നൗ, ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ് ഇപ്പം ഇങ്ങനെ കിട്ടിയതുകൊണ്ട് നല്ലൊരു സംശയം പറഞ്ഞു തന്നേ ഉള്ളൂ. പല്ലിൻ്റെ നമ്മൾ സ്കള് കാണുമ്പോഴത്തേക്കും ഈ ബ്രെയിനുമായിട്ടൊക്കെ വളരെ അടുത്താണ്. ഈവൻ സൈനസ് കാവിറ്റി ഇതൊക്കെ കൂടുതൽ നെർവ് സെൻറ്റേഴ്സ് ധാരാളം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ
ഗമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഗം പാത്തജൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് എത്രത്തോളം ഇതിനെയൊക്കെ എഫക്റ്റ് ആ ബ്രെയിനിൽ പോകാൻ സാധ്യതയുണ്ടോ? ഈ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ബ്ലഡ് വെസൽസ് പലതും ഇതിനകത്ത് ഒരുപാട് കാണാം, സുഷിരങ്ങൾ ഒരുപാട് ഉണ്ട്, ഹോൾസ്. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് നെർവ്സും ബ്ലഡ് വെസൽസും ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ബ്രാഞ്ചൊക്കെ ആയിരിക്കും ഇങ്ങനെ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ്ലി ഗോയിങ് ടുവേർഡ്സ് ബ്രെയിനിലോട്ട് ഡയറക്റ്റായിട്ട് പോകാറില്ല. അല്ല, ഉണ്ണി ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാം, ഈ പല്ലിലെ ഇൻഫെക്ഷൻസ് അത് ബ്രെയിനിലെ ഇൻഫെക്ഷൻ മാറാം എന്നിങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇതിനകത്തു നിന്നുള്ള കുറച്ച് ഈ നമ്മുടെ വെയിനിലൊക്കെ വാൽവുള്ള ഇതിനാണ്. ഈ ഇവിടെ ഉള്ള ചില വെയിൻസിൽ വാൽവ് ഇല്ല. അത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ബ്രെയിനിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെയിൻസ് ഉണ്ട് വിത്തൗട്ട് വാൽവ്. അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്നൊരു ഇൻഫെക്ഷൻ, ചില ഏരിയയിലുള്ള ഇൻഫെക്ഷൻസ് ആ വെയിൻ വഴിയാണ് മുകളിലോട്ട് പോകണമെങ്കിൽ അത് കവേർണ സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് ബ്രെയിനിൻ്റെ അത് മെനിഞ്ചൈറ്റിസും അങ്ങനെ ഇതിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അത് സാധാരണ ഇപ്പോൾ ഇമ്മ്യൂണോളജിക്കലായിട്ട് വീക്കായിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും അങ്ങനെ കൂടുതൽ പോകാനുള്ള, അല്ലെങ്കിൽ ബെഡ് റിഡനായിട്ട് ഒരുപാട് നാളായിട്ട് കിടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യത. പിന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ പോകില്ല, കാരണം അതിൻ്റേതായ റെസിസ്റ്റൻസ് ബ്രെയിനിൻ്റെ ആവരണത്തിനും ഉണ്ട്. പക്ഷേ സ്റ്റിൽ അതുകൊണ്ട് ഡെത്തും ഉണ്ടാകാറുണ്ട്. ഇതിട്ടുണ്ട്. ഇപ്പോൾ ടൂത്തിലൊരു ഇൻഫെക്ഷൻ വന്ന് സ്പേസ് ഇൻഫെക്ഷനിലോട്ട് പോയി അവിടെ നിന്ന് അത് ഡ്രെയിൻ ചെയ്ത് ബ്രെയിനിലോട്ട് പോയി കവർണ സൈനസ് അതുവഴി ഇഞ്ചുറി വന്നിട്ട് മെനിഞ്ചൈറ്റിസ് വന്നിട്ട് അങ്ങനെ ഡെത്തായിട്ടുണ്ട്. എവിടെയാണ്? തീർച്ചയായിട്ടും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, കീമോ കഴിഞ്ഞ് കീമോ എടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒക്കെ ആളുകൾക്ക് ഈ ഓറൽ ഹെൽത്ത് എത്രത്തോളം? അവരുടെ ഓറൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സാധാരണ റേഡിയേഷനും ബാക്കിയുള്ളവർക്ക് പ്രയർ ടു ഗോയിങ് ഫോർ റേഡിയേഷൻ ഇതിന് പോകുന്നതിന് മുമ്പ് ഹെൽത്ത് ഓഫ് ദ ടീത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കേടുള്ള പല്ലായിരുന്നാൽ അത് റെസ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ റെസ്റ്റോർ ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഗ്രോസ്ലി മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ള ടൂത്താണെങ്കിൽ അതൊക്കെ ഇടിപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ അവർ റേഡിയേഷനിലോട്ട് കൊണ്ടുപോകാറുള്ളൂ. കാരണം ആ റേഡിയേഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പാടില്ല. കാരണം അത് തന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ അങ്ങോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി. അതുകൊണ്ട് പ്രിക്കോഷൻസ് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നേരത്തെ കൂട്ടി പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മോണയുടെ ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്തിട്ടായിരിക്കും ഈ കീമോയ്ക്ക് റേഡിയേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ പിന്നെ റീനൽ ഡിസീസസ്, ഡയാലിസിസ്, കാർഡിയക് സർജറി, കണ്ണിൻ്റെ ഓപ്പറേഷൻ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓറൽ ഫോക്കസ് എല്ലാം മാറ്റിയിരിക്കണമെന്നാണ്. വേറെ ചലഞ്ചിങ് കേസസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ളത് ചലഞ്ചിങ് കേസസ് ഇൻ സെൻസ് ഇപ്പം നമുക്ക് ഇപ്പം ഈ നാച്ചുറലി കുറേ അസുഖങ്ങളൊക്കെ നമ്മുടെ ഓൾഡ് ഏജിൽ വരുന്നത് ഇപ്പോൾ യങ് ജനറേഷൻസിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അത് പർട്ടിക്കുലർലി നമ്മളിപ്പം ഇന്ന ഡിസീസ് എന്ന് പറയുമ്പോൾ വിൽ തിങ്ക് അബൌട്ട് ദ ഓൾഡ് ഏജ് ഡിസീസിൻ്റെ പാറ്റേൺ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ അതിപ്പോൾ യങ്ങറിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഈ എസ്പെഷ്യലി ഓറൽ ക്യാൻസറൊക്കെ വിത്തൗട്ട് ഹാബിറ്റ്സ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് അയാളുടെ ദൂഷ്യ വശങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് ക്യാൻസർ വന്നത്. ഇപ്പോൾ അല്ലാതെയും വരുന്നുണ്ട് ആ കേസ്. അപ്പോൾ അത് വൈറസാണ് ഒരു എറ്റിയോളജി അതിനോട് ഇപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആ വൈറസിന് ഇപ്പം റീജിയണൽ ക്യാൻസർ സെൻ്റർ മുതലായ ഇതേപോലെ സെൻറ്റേഴ്സിൽ ഇപ്പോൾ ഈ വൈറസിന് അഗൻസ്റ്റ് വാക്സിൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നേരത്തെ അത് ഇങ്ങനെ യൂട്രൈൻ ക്യാൻസറും അതൊക്കെ ആയിരുന്നു ആ വൈറസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓറൽ ക്യാൻസറിലും ഈ വൈറസസ് ഒരു കോസറ്റീവ് ഏജൻ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് ഇമ്മ്യൂണൈസേഷനും ഇതൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫോറൻസിക് ലൈനിൽ വർക്ക് ചെയ്യുന്ന പലരിടത്തും മീൻസ് ഇങ്ങനെ അവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ എപ്പോഴും അവർ പറയും ഒരു പേഴ്സണലി ഹോണ്ട് ചെയ്തൊരു കേസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. സാറിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് എന്തെങ്കിലും? ഈ നമുക്കെന്ന് പറഞ്ഞാൽ ഈ കമ്പാരിറ്റീവ്ലി അവർ അധികവും ആഫ്റ്റർ ഡെത്ത് ഇപ്പം ഡെഡിനെയാണ് അവർ അധികം കാണുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഡ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ടാണ് പോയി കാണുന്നത്. ഒരാവശ്യമാണെങ്കിൽ മാത്രമേ അതിലുള്ള വൈറ്റ് മാർക്കും അങ്ങനത്തതൊക്കെ എടുക്കാൻ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പീജീസ് ഇപ്പോൾ എല്ലാവരും വില്ലിങ്ങൊന്നുമല്ല അവിടെ പോസ്റ്റ്മോർട്ടത്തിന് കൂടെ അവിടെ വന്ന് നിൽക്കാനായിട്ടൊക്കെ. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ റിഗർ മോട്ടീവ്സ് എന്ന് പറഞ്ഞ് ഈ വാ തുറക്കാൻ പറ്റും. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഇതങ്ങ് മസിലങ്ങ് ഭയങ്കര ഇതാണ്. പിന്നെ
തുറക്കാൻ പറ്റില്ല, അങ്ങ് സ്റ്റബേണായിട്ടിരിക്കും. ഇതിൽ നമുക്കൊരു ഇമ്പ്രഷൻ എടുക്കണമെങ്കിൽ വലിയ പാടാണ്. അളവെടുത്ത് ഇപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഈ മരിച്ച വ്യക്തി മറ്റൊരാളെ കടിച്ചിട്ടുണ്ടാവും. ആ ഇത് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആളുടെ പല്ലിൻ്റെ അളവെടുത്താലേ പറ്റുള്ളൂ. അത് തുറക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ പോയിട്ട് ഈ പോസ്റ്റ്മോർട്ടം അവർ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മുടെ ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്ത് 2 സൈഡും കട്ട് ചെയ്തിട്ട് തിരിച്ച് ബോഡി കൊട്ടണമെന്നുള്ളതുകൊണ്ട് നെക്കിൻ്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് നെക്ക് പുള്ളി ചെയ്തിട്ട് താഴോട്ട് വലിച്ച് അളവെടുത്ത് അതിൻ്റെ എല്ലാം കൊണ്ട് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ. ഏതാണ് ഇതിപ്പം ആക്ച്വലി ഇപ്പോൾ ഒരു ഡെഡ് ബോഡി കിട്ടുമ്പോൾ അവരിപ്പം എല്ലാ അവയവങ്ങളിൽ നിന്നും കുറേശ്ശെ മുറിച്ചെടുക്കാറുണ്ട്. ഇപ്പം ലിവറിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന്, ബ്രെയിനിൽ നിന്ന് എല്ലാം അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലായിരിക്കും നമ്മുടെ ഇത് പോയി ഒരറ്റത്ത് പോയി ഇത് കട്ട് ചെയ്ത് തരും. അവരുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെ പോരും. സാധാരണ മരിക്കുമ്പോൾ വാ തുറന്ന് പോകുന്നില്ലേ ഡോക്ടർ? അത് ആ സ്റ്റേജസ് ഉണ്ട്. ഇപ്പോഴേ റിഗർമോട്ടീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മസിൽ റിലാക്സ്ഡ് ആവുന്ന സ്റ്റേജ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്ടീരിയൽ ആക്ഷൻ, പിന്നെ ആയിരിക്കും സ്മെല്ലും അങ്ങനത്തെയൊക്കെ വരുന്ന. അപ്പോൾ അത് ഓരോ പീരീഡുണ്ട് ഇതിന്. മരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റിഫാകും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ടെമ്പറേച്ചർ ഡൗൺ ആക്കി ഇങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും എത്ര നേരമായി മരിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ. പിന്നെ ഉള്ള സ്റ്റേജ് പിന്നെ കുറേ കഴിയുമ്പോൾ റിലാക്സ്ഡ് ആവും. പിന്നെ അതുകൊണ്ടാണ് കൊണ്ടുപോകുമ്പോൾ ഇവർ ചുറ്റും കെട്ടി വാ തുറന്നു പോകാതിരിക്കാനും കാലിൻ്റെ ഇതുമെല്ലാം ഒരു പിടിച്ച് വയ്ക്കുന്നത്. പിന്നെ അതങ്ങ് റിലാക്സ്ഡ് ആയിപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത് തമ്മിൽ കെട്ടി വെച്ചിട്ട് ഇത് എനിക്ക് അധികം വന്നിട്ടുള്ള റേപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ആയിരുന്നു. അവർക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഫ്യൂ കേസസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കും ഫെമിലിയർ ആയിരിക്കും. ഞാൻ പറയുന്നത് ഇൻസൈസർ, കനൈൻ, പ്രീമോളാർ, മോളാർ എന്നൊക്കെ പറയുമ്പോൾ ഈവൻ ജഡ്ജസ് നോട്ട് ബി നോയിങ് വിട്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസൈസേഴ്സ് എന്ന് പറയുമ്പോൾ മുൻവശത്തുള്ള പോലെ പ്രീമോളാർ ഇടയ്ക്കുള്ളത്, മോളാർ ഇത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പറയും, റൈറ്റ് സൈഡ് പറയും, മാക്സില എന്ന് പറയും, മാൻഡിബിൾ എന്ന് പറയും. മാക്സില എന്ന് പറയുമ്പോൾ മേളിലെത്തത്, മാൻഡിബിൾ താഴത്ത്. അപ്പോൾ ഈ ടെർമിനോളജീസ് നമ്മളവിടെ പറയുമ്പോൾ ഈവൻ വി ക്യാൻ മേക്ക് ഔട്ട്. പക്ഷേ നമുക്കത് ജഡ്ജസിനെ വീണ്ടും കീഴ്ത്താടി, മേൽത്താടി, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് മോർ കൺഫ്യൂസിങ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ കേസിൽ പോകുമ്പോൾ ഈവൻ വൺസ് ദ ജഡ്ജ് വാസ് ആസ്കിങ് ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിൽ കണ്ടിന്യൂ ദ ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി പിന്നെ സാറിന് എല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെ അത്. എന്നിട്ട് അപ്പോൾ അത് കേട്ടപ്പം ആഫ്റ്റർ സെയിങ് ദാറ്റ് പുള്ളിക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ഇതൊക്കെ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത് വരുന്നത്. പോലീസ് അവെയറല്ല. പോലീസ് ഈ പറഞ്ഞ രീതിയിലിപ്പം ഞാൻ പറഞ്ഞതിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്കെയിലെങ്കിലും വെച്ച് അവർ ഫോട്ടോഗ്രാഫ് എടുത്ത് കൊണ്ടുവരാറുണ്ട്. മറ്റേതൊന്നുമില്ല, ഒരു ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ട് പറയാം ഇതാണോ അല്ലേന്ന്. അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് ഇല്ലാതെ അപ്പോൾ നമുക്ക് പലപ്പോഴും ആ ഇതിൽ അഥവാ 100% ആണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും വി കനോട്ട് ഗീവ് ടെസ്റ്റ്. കാരണം കോടതി വരുമ്പോൾ അത് ഇതായിപ്പോകും. അതുകൊണ്ട് നമ്മൾ പോസിബിൾ എന്ന് പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ. 50% ഇതുണ്ട്. കാരണം അത് ഡിസിഷൻ ടു ദ ജഡ്ജ്. അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും ഡിഫൻസീവ് വക്കീൽ സക്സസ്ഫുൾ ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്? അത് നമുക്കതൊരു ലെസൺ ആയിട്ടുള്ള എന്തെങ്കിലും? അല്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഡിഫൻസീവിൽ വരുന്നവർ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെ ഇപ്പോൾ കയ്യിൽ ആർച്ച് ഫാമുണ്ട്, മുറിവുണ്ട്, അവർ പറയാണ് താഴെ വീണ് ഇങ്ങനെ മുറിവ് വന്നൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% വന്നൂടാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആർച്ച് ഫാമിൽ എന്ന് വെച്ചാൽ അത് വല്ല ലിറ്ററേച്ചറിൽ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കേസ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കേസുണ്ട്. അത് ഇതുപോലെ ഒരു പോലീസുകാരനെ ഒരു പ്രതി എവിടെ ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പോലീസുകാർ അയാളെ പിടിക്കാനായിട്ട് പോയി. അയാളെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ആ കത്തി ഉപയോഗിച്ച് പോലീസിനെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഒരാൾ അയാളുടെ കയ്യിൽ പിടിച്ച്. അപ്പോൾ അയാൾക്ക് കൈ വിട്ട അയാളെ കുത്തും. അതുകൊണ്ട് അയാളെ കൈ അമർത്തി പിടിച്ച് ഈ പ്രതിയായിട്ടുള്ള അയാൾ പോലീസുകാരനെ കടിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് കടിച്ചങ്ങ് എടുത്ത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻറ്റേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മറ്റൊരു പോലീസുകാരൻ കൂടെ വന്നതുകൊണ്ട് അതൊന്ന് വേർപെടുത്തി എടുത്തു. അപ്പോൾ അന്നേരം കോളേജിൽ കൊണ്ടുവന്നു, പ്രതിയെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ അളവെല്ലാം എടുക്കുന്ന സമയത്ത് പ്രതി അവിടെ പുറത്ത് ഇരുത്തിയൊക്കെയായിരുന്നു. എന്നിട്ട് പിന്നെ ആ ആളുടെ ഇമ്പ്രഷൻ എടുക്കണമല്ലോ.
അങ്ങനെ അയാളുടെ ഇംപ്രഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറയാണ്, എനിക്കൊരു കാര്യം പേഴ്സണലി പറയാനുണ്ട്, പക്ഷേ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് പേഴ്സണലി വിളിച്ചിട്ട് സംസാരിക്കാന്നുള്ള ഇങ്ങനത്തെ ആളാണ്. അപ്പം ഞാൻ ആ ചെയറിൽ പോലീസിനെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അപ്പം കൂടെ അവരുടെ ഹയർ റാങ്കിലുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ റിപ്പോർട്ട്, പുള്ളിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ അവർ കഫ് ചെയ്ത് ചെയറിലോട്ട് വെച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് പോലീസുകാരനെ കടിച്ചെന്ന്. പോലീസുകാരൻ ഇയാളെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ ഉടുപ്പ് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ച്, അത് നോക്കുമ്പോൾ ഒരു ആർച്ച് ഫോമുള്ള ഇതിൽ കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നെ കമ്മീഷണറായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്, അതിന് സാറിൻ്റെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോഗ്രാഫ് ഇതിൽ എടുത്തു, തിരിച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അത് വേറൊന്നുമല്ല, പുള്ളിയെ പിടിക്കാനായിട്ട് അങ്ങോട്ട് എടുത്ത് ബൂട്ടിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചവിട്ടിൻ്റെ അടയാണ്. അപ്പോൾ ഞാൻ ഈ കാണുന്നതെല്ലാം ഈ വൈറ്റ് മാർക്കിൻ്റെ ഇത് അനലൈസ് ചെയ്യുന്ന അപ്പുറത്തിരുന്ന് പുള്ളി കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി അപ്പോൾ ഒരു ഇതിനു വേണ്ടി കടിച്ചാണ്, പോലീസുകാരൻ കടിച്ചതാണെന്ന് പറഞ്ഞത്. അത് ബൂട്ട് മാർക്കായിരുന്നു. അപ്പോൾ ബൂട്ട് മാർക്കും ഈ ആർച്ച് ഫോമാണ് വരുന്നത്. അതുപോലെ ഈ നമ്മുടെ ട്രോളികൾ കുറ്റം അതിൻ്റെ എവിഡൻസ് മാറ്റാൻ വേണ്ടിയിട്ട് പല ഇതിലും നോക്കുമല്ലോ. കൊട്ടാരക്കര ഒരു കേസ് പറഞ്ഞ അയാളെ കല്ല്, അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടാമ്പർ ചെയ്യാന്നുള്ളത് ഇപ്പം ഏതാ ഇങ്ങനെ ചെയ്യാൻ ടാമ്പർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ ഒരു കുട്ടി 4 പേരെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ കുട്ടി ചെയ്തതിനകത്ത് മയക്കിന്ന് പറഞ്ഞിട്ട് എന്നെ എവിഡൻസായിട്ട് എന്നെ കാണിക്കുന്ന കയ്യിൽ ഒരു സൂചി കുത്തിയതിൻ്റെ അടയാളം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിലോട്ട് പോകുന്നുണ്ട്. ഇത് പിന്നെ പോലീസ് തെളിയിച്ച് ഈ പുള്ളിക്കാരി മുറിവുണ്ടാക്കിയതാണ് ഇങ്ങനെ കുത്തിയെന്നുള്ളത്. അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിരുന്നു, പുള്ളിക്കാരി എൻ്റെ മദറും. ഇപ്പോൾ ഫലത്തിൽ സാറ് മാറിക്കഴിഞ്ഞാൽ ഈ ഫോറൻസിക്സ് ചെയ്യുന്ന പോലീസിനെ അസിസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്? ഇപ്പം ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും PGs-നെ എല്ലാവരെയും പഠിപ്പിച്ചു. ഇല്ല PGs-ന് ഇപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ജൂനിയർ സ്റ്റാഫ്സിനൊക്കെ ചെയ്യാം. ഇപ്പം അതിലിപ്പോൾ കഴിഞ്ഞ ഒരു കേസിൽ ഞാനിപ്പോൾ എൻ്റെ ജൂനിയറിനെ ആയിരുന്നു ഏൽപ്പിച്ചത്. ഷി ഹാസ് ഡൺ നൈസ്ലി. കാരണം ഇതിനകത്ത് ഇപ്പം അതിലോട്ട് പോകാനുള്ളൊരു ഇതേ ഉള്ളൂ. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൺലെസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഡെഡ് ബോഡിയെ കണ്ടാൽ പേടിച്ച് ഓടരുത്. അങ്ങനത്തെയൊക്കെ പിന്നെ അതിൽ കട്ട് ചെയ്യുകയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബ്ലഡ് കാണുമ്പോൾ തലയിറങ്ങി കൂടെ ഉള്ളവർ തന്നെ തലയിറങ്ങി വീണിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ കൂടെ വന്നിട്ട്. സാറിന് പേടി തോന്നിയിട്ടേ ഇല്ല? അങ്ങനെയൊന്നും ഇങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടേ ഇല്ല? ഇല്ല, നമുക്ക് ഈ ഞാൻ ഫസ്റ്റ് BDS-ന് ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഈ കടാവറിലാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ സിലബസ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഡെഡ് ബോഡി അല്ല അവർക്ക് ഓൾറെഡി ചെയ്തത് കാണാനായിട്ടാണ്, ചെയ്യണ്ട. നമുക്കൊക്കെ ഫസ്റ്റ് ഇയർ പഠിക്കാൻ നേരത്ത് ഡെഡ് ബോഡി തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഇതുപോലെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് കാണുന്ന അത് ഇതേപോലെ സൊല്യൂഷനൊക്കെ ഇട്ട ബോഡിയാണ്. ഇതിപ്പം ഡയറക്റ്റായിട്ട് ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബ്ലഡൊക്കെ ചാടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യുന്നില്ല എന്നാണോ? ഇപ്പോൾ സിലബസിൽ ചേഞ്ച് ചെയ്ത് നോക്കുന്നതിനകത്ത് ഇപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ബോഡി ചെയ്യേണ്ട, അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സോ ടീച്ചേഴ്സ് അവർ ചെയ്തിട്ട് നെർവും ബ്ലഡ് വെസൽസും എല്ലാം എടുത്തു വെച്ചേക്ക് അവർ പോയിട്ട് പിൻ പോയിൻ്റ് ചെയ്താൽ മതി. ആക്ച്വലി അതാണ് അവർ പഠിക്കേണ്ടത്. ഇത് ഇപ്പം നമുക്കൊരു സ്കില്ലാണ്. അതിൻ്റെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല എന്നവർക്ക് തോന്നിയതുകൊണ്ട്. കാരണം ഇത് കണ്ടുപഠിക്കേണ്ടതല്ലേ, ഇപ്പോൾ അവർ ചെയ്തു പഠിക്കണമെന്ന് നിർബന്ധമില്ലല്ലേ. കാരണം ഇതുപോലെ അല്ലല്ലോ നമ്മൾ സർജറിയിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മളല്ലാതെ ഇപ്പം സർജറി എന്ന് പറയുമ്പോൾ വേറെയാണ്, നമ്മൾ ഡെഡ് ബോഡി ചെയ്യുന്നത് പോലെ അല്ല.